പാരിൽ പാർക്കുവൽ പായസിൽ ഭാരങ്ങളധികം വേണ്ടിനീ കാരീരും പാടിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും സുവിശേഷം അതിന്റെ 13-ാം അധ്യായം 10-ാം വചനം മുതൽ വായിച്ചട്ടെ. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടു അടുക്കെ വിളിച്ച് യേശു അവളെ കണ്ടവൻ എന്ത് ചെയ്തു? അടുക്കെ വിളിച്ചു. കണ്ടോ, ഒരു കൂനിയായ സ്ത്രീ. എത്ര വർഷം കൊണ്ട്? 18 വർഷം കൊണ്ട് കൂനുണ്ട്. ആമേൻ. നടക്കാൻ പറ്റത്തില്ല, നിവരാൻ പറ്റത്തില്ല, ഒരാളിന്റെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ കൂനുള്ള ആളിന്റെ അവസ്ഥ. അപ്പോ ആ കൂനോടെ പള്ളിക്കകത്ത് വന്ന് ഇരിക്കുകയാണ്. സ്തോത്രം. പക്ഷെ കൂനുള്ള ആളിനെ ആര് കണ്ടു? യേശു കണ്ടു. ഹല്ലേലൂയ. യേശുവിനെ കൊണ്ട് അസാധ്യം ഒന്നുമേ ഇല്ല. യേശു പള്ളിക്കകത്ത് പ്രസംഗിക്കുമ്പോഴും കൂനുള്ള ആളിനെ ദൈവം എന്ത് ചെയ്തു? കണ്ടു. വായിച്ചേ. സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു. കണ്ടോ, ഒരുപാട് വർഷമായെന്നാണോ? അല്ല, പിന്നെ അപ്പ തന്നെ നിവർന്നു. 18 വർഷം കൊണ്ട് കൂന് പിടിച്ചിരുന്ന ആ സഹോദരി നിവർത്തിയ കർത്താവ് ഇന്ന് രാത്രി ഈ ദേശത്തിന്റെ കൂനുകളെ മാറ്റി, ഈ ദേശത്തിന്റെ കുരുടുകളെ മാറ്റി, ഈ ദേശത്തിലെ ഇരുട്ടിന്റെ ശക്തികളെ മാറ്റി, സ്വത്ര സകല ജനത്തിന്റെ കൂനുകളെ മാറ്റി. ക്രിസ്തു യേശു ജീവനുള്ള ദൈവം ഒന്ന് കാണാൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി കൂനുകളെ നിവർത്തുന്ന രാത്രിയാണ്. ചില വേദനയുടെ നടുവിലിരിക്കുന്ന കൂനുകളെ നിവർത്തുന്ന രാത്രിയാണ്. ചില ഭാഗങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ ഏതൊക്കെ ഭാഗത്ത് തകർന്ന് തരിപ്പണമായി തല കമത്തി പിടിച്ച് നിവരുവാൻ കഴിയാതെ ഇരിക്കുന്ന ചില കൂനുകളെ ഇന്ന് രാത്രി നിവർത്തുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ആത്മീക മണ്ഡലത്തിനകത്ത് കൂനുകൾ പറ്റിയ ചില വ്യക്തികളെ ആത്മീക മണ്ഡലത്തിനകത്ത് ദൈവത്തിന്റെ കരമിറങ്ങി ചില കൂനുകളെ നിവർത്തുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ചിലരുടെ മേൽ ദൈവത്തിന്റെ കരം വരുന്നുണ്ട്. ശത്രുവിന്റെ സകല പദ്ധതികളെ സ്വർഗം ഇന്ന് രാത്രി ഉടയ്ക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ആ കൂന് നിവർത്തിയ യേശു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ചില വ്യക്തികളുടെ കുടുംബങ്ങൾക്കകത്ത് വ്യക്തികളുടെ മേൽ ഭരിക്കുന്ന ചില കൂനുകളെ മാറ്റുവാൻ യേശു ക്രിസ്തു വന്നിട്ടുണ്ട്. യേശു ക്രിസ്തു ക്ഷണത്തിൽ ആ സഹോദരി തൊട്ടു, ക്ഷണത്തിൽ അത് സൗഖ്യമാക്കി. യേശു കണ്ടു, അവളെ തൊട്ടു, പിന്നെ അടുത്ത വർഷമല്ല സൗഖ്യത, അപ്പോൾ തന്നെ സൗഖ്യമായി. അങ്ങനെയെങ്കിൽ വ്യത്യസ്തമായ രോഗത്തോടെ ഈ ശബ്ദം കേട്ടുകൊണ്ട് ഭവനങ്ങളിൽ, ദേശങ്ങളിൽ ഈ ശബ്ദ പരിധിക്കുള്ളായിരിക്കുന്ന സകല ദേശനിവാസികളോടും ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, യേശുവിനെ കൊണ്ട് അസാധ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇന്നലെ ലൂക്കോസ് 1:37 നമുക്ക് ദൈവം തന്ന വചനമാണ്. എന്താണ്? ദൈവത്താൽ കഴിയാത്തതൊന്നും ഇല്ല. എന്റെ യേശു ആര് എന്നുള്ള ദൂത് ഇന്നലെ രാത്രി വെളിപ്പെടുത്തി. യേശു ആരാ സഹോദരങ്ങളെ? ഹല്ലേലൂയ. സകലത്തെ നിർമ്മിച്ച, സകലത്തെ ഉരുവാക്കിയ, ഇന്നീ കാണുന്ന സകലത്തെ നിർമ്മിച്ച നിർമ്മാതാവ്, സൃഷ്ടി കർത്താവാണ് നമ്മൾ ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വരുന്നവൻ, ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ, രാജാതി രാജാവ്, ദേവാദി ദൈവം, കർത്താതി കർത്താവ്, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, ഇന്നും ആ കർത്താവ് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ആ കൂനിയെ സൗഖ്യമാക്കുക മാത്രമല്ല, വീണ്ടും അങ്ങോട്ട് വായിച്ചു പോകുമ്പോൾ അതിനകത്ത് അനേക രോഗികളെ, അനേക ബുദ്ധിമുട്ട് അനുഭവിച്ച അനേക വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കി. മർക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ അതിനകത്ത് എടുക്കുമ്പോൾ മർക്കോസ് സുവിശേഷം അതിന്റെ സ്വത്രം മർക്കോസ് സുവിശേഷം അതിന്റെ 3-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്തും ഇതാ ശവത്തിൽ സ്വത്രം വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്നു. 3:1 മുതൽ വായിച്ചേ.
അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു. ആ. അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. വരണ്ട കൈയുള്ള ഒരു മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു. പിന്നെ അവരോട് ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. കൈ നീട്ടാൻ പറഞ്ഞു. കൈ നീട്ടി. യോഹന്നാൻ 11 അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് മറിയയുടെയും മാർത്തയുടെയും ഏക സഹോദരനാകുന്ന ലാസർ മരിച്ചു. 4-ാം ദിവസം യേശു ക്രിസ്തു കല്ലറയിൽ പോയി. യേശു പറഞ്ഞു, ലാസറേ പുറത്തു വാ. സ്തോത്രം. മറിയയുടെ കണ്ണുനീര് കണ്ട് കൂടെ കരഞ്ഞ യേശു യോഹന്നാൻ 11:33 വാക്യം വായിക്കുമ്പോഴും യോഹന്നാൻ 11:36 വാക്യം വായിക്കുമ്പോൾ ഹൃദയം നൊന്ത് കലങ്ങി യേശു ക്രിസ്തു കണ്ണുനീർ വാർത്തു. അതേ യേശു ക്രിസ്തു ചോദിച്ചു, ലാസറിനെ വെച്ചത് എവിടെ? അപ്പോൾ സഹോദരി പറഞ്ഞു, കർത്താവെ നാറ്റം വെച്ചു, 4 ദിവസമായില്ലേ. യേശു കർത്താവ് കല്ലറയിലേക്ക് പോയി. ലാസറേ പുറത്തു വാ എന്ന് പറയുമ്പോൾ ആ ലാസറിന്റെ കല്ലറ പൊട്ടി പുറത്തു വന്നു. അങ്ങനെയെങ്കിൽ ഈ രാത്രി ഈ ദേശത്തിൽ ചില വ്യക്തികളുടെ ജീവിതത്തിനകത്ത് കല്ലറയ്ക്ക് സമമായി ഇനി മുന്നോട്ട് ഒരടിയും വെക്കാൻ കഴിയുകയില്ലെന്ന് സകല വഴികളും അടഞ്ഞിരിക്കുന്ന ചില കുടുംബങ്ങൾക്കൊക്കെ നിന്ന് യേശുവിന്റെ കരമിറങ്ങിച്ചത് ചില കെട്ടുകളെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുന്ന രാത്രി എന്ന് ഇന്ന് രാത്രി ദേശത്തോട് വിളിച്ചു പറയുകയാണ്. പൈതലെ നിന്നെ പുറത്തെടുക്കുന്ന രാത്രി, കുരുട്ട് കണ്ണുകളെ തുറപ്പിക്കുന്ന രാത്രി, വ്യക്തന്മാരെ കുണ്ടറയിൽ വിടുവിക്കുന്ന രാത്രി, അന്ധകാര ശക്തികളെ ഉടച്ച് ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തകർത്ത് നിന്റെ ജീവിതത്തിനകത്ത് മങ്ങിയ കാഴ്ചകളെ മാറ്റി യേശു മാത്രം കർത്താവെന്ന് വെളിപ്പെടുത്തുന്ന രാത്രി എന്ന് ഇന്ന് രാത്രി ദൈവവചനം വിളിച്ചു പറയുന്നു. അത് യേശു മാത്രം കർത്താവ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം, മറ്റൊരുവൻ രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുനാമം. ഹല്ലേലൂയ. ഒറ്റ നാമമേ, അത് യേശുവിന്റെ നാമം മാത്രം. മറ്റൊരു നാമം പറയാൻ മറ്റൊന്നുമില്ല. ആ കർത്താവ് പറയുന്നു, ഞാൻ മാത്രം ദൈവം, എൻ്റെ മഹത്വം മറ്റൊരുത്തരും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. കാരണം എന്താ? സകലത്തെ സൃഷ്ടിച്ച ഒരു സൃഷ്ടികർത്താവാണ് നമ്മൾ ആരാധിക്കുന്ന യേശു. പാപം ഇല്ലാതെ ജീവിച്ചവൻ, പാപം കൂടാതെ ജനിച്ചവൻ, പാപം കൂടാതെ സ്തോത്രം ജനിച്ചവൻ, വളർന്നവൻ, പിന്നെ പാപം കൂടാതെ നമുക്ക് വേണ്ടി മരിച്ച ഒരാളെ ഉള്ളൂ. തീർന്നില്ല. ഇന്ന് സകല കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ ഈ യേശു ക്രിസ്തുവിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. യേശു 3-ാം നാൾ കല്ലറ തുറന്ന്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് 3-ാം ദിവസം കല്ലറകളെ പൊട്ടിത്തുറന്ന് യേശു ക്രിസ്തു പുറത്തു വന്നു. ആ യേശു ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ആ യേശു നിന്നെ സ്നേഹിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് മാനവജാതിയെ രക്ഷിക്കുവാൻ, പാപിയുടെ പാപത്തെ പോക്കുവാൻ ഇറങ്ങി വന്ന് അവസാനത്തിൽ രക്തം വരെ നൽകി മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ഇന്ന് രാത്രി അവന് മരണത്തെ യേശുവിനെ ഒതുക്കി വെക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. മരണം കൊണ്ട് തീരുമെന്ന് മനുഷ്യൻ വിചാരിച്ചു. ഇന്നലെ ഞാൻ പ്രസംഗിച്ചു ആ ക്രൂശിലെ കാര്യം. നേരത്തെ ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ അതിന്റെ ഒരു വരി പറയാനിടയായിത്തീർന്നു. പഴയ നിയമത്തിൽ മോശ താമ്ര സർപ്പത്തെ ഉയർത്തിയെങ്കിൽ പുതിയ നിയമത്തിൽ യോഹന്നാൻ 3:16 എന്തോന്നാ? യേശു ക്രിസ്തുവിനെ മോശ താമ്ര സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തി. ആർക്ക് വേണ്ടി? അവസാന ഭാവിയെ രക്ഷിക്കാൻ. ജീസസ്. യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ 2 കള്ളന്മാർ 2 വശത്ത് കിടക്കുമ്പോൾ യേശുവിനെ കണ്ടവരെല്ലാം കാർക്കിച്ച് തുപ്പി. ഒരു പക്ഷേ കളിയാക്കി ചിരിച്ചു. ദൈവം തമ്പുരാൻ കിടക്കുന്നു, ദൈവം തമ്പുരാൻ കിടക്കുന്നു, ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ നോക്കി ചിരിച്ചു കേട്ടോ. അപ്പോ സ്തോത്രം. യേശുവിന് വേണമെങ്കിൽ ആ ക്രൂശിൽ നിന്ന് ചാടി ഇനി പുറത്തു വരാമായിരുന്നു, ഇറങ്ങാമായിരുന്നു. പക്ഷെ യേശു ചാടി ഇറങ്ങിയില്ല. ഹല്ലേലൂയ. യേശു ചാടി ഇറങ്ങിയെങ്കിൽ നമുക്ക് രക്ഷയില്ലായിരുന്നു. യേശു ചാടി ഇറങ്ങിയെങ്കിൽ നമുക്ക് മോചനമില്ലായിരുന്നു. യേശു ക്രൂശിൽ നിന്ന് ചാടി ഇറങ്ങാൻ പറ്റുമായിരുന്നു. യേശുവിന് എല്ലാത്തിനും പറ്റുമായിരുന്നു. പക്ഷേ എന്നെ ഓർത്തു, നിങ്ങളെ ഓർത്തു, എന്നെ ഓർത്തു, നിങ്ങളെ ഓർത്തു. ആമേൻ. എന്നെ ഓർത്തു. ആ ക്രൂശിൽ കിടക്കുമ്പോൾ യേശു എന്നെ ഓർത്തു, നിങ്ങളെ ഓർത്തു. മാന്യ ശ്രോതാവേ, ആ ക്രൂശിൽ യേശു കിടക്കുമ്പോൾ എന്റെ യേശുവിന്റെ മുൻപിൽ ഞാനും നിങ്ങളുമായിരുന്നു.
ഓരോരുത്തരും അടുക്കൽ വന്ന് ക്രൂശിന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഹല്ലേലൂയ ചിരിച്ച് തല താഴ്ത്തി, ഓ ഒരു ദൈവം തമ്പുരാൻ, ചാടി വാടാ, നിന്നെ രക്ഷിക്കാൻ പോലും നിനക്ക് പറ്റിയില്ലല്ലോ, പിന്നെയല്ലേ ഞങ്ങള്, നീ ഇനി രക്ഷിക്കും രാജാവാണെന്നൊക്കെ പറഞ്ഞല്ലോ. ഓ ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു അവിടെ ക്രൂശിൽ മരിച്ചപ്പോൾ, അവിടെ യേശു ക്രിസ്തു അടിയേറ്റപ്പോൾ ഞാനും നിങ്ങൾ വിടുവിക്കപ്പെടുകയായിരുന്നു. ആമേ. ശത്രുവിന്റെ തല അമ്പെ പരാജയപ്പെടുകയായിരുന്നു. ജനം അവൻ സ്തോത്രം യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോൾ ജനം ആർത്തു ഒരു കൂട്ടം പേർ ചിരിച്ചെങ്കിൽ ആ ചിരിയുടെ നടുവിൽ എനിക്കും നിങ്ങൾക്കും നേരെ എഴുതി വെച്ച പിശാചിന്റെ രേഖ അവിടെ കീറുകയായിരുന്നു. ആമേൻ. പാതാളത്തിന്റെ ശക്തികൾ നമ്മെ കൊണ്ടുപോകാൻ നിന്ന ശക്തികളെ തല തകരുകയാണെന്നോ യേശുവിന്റെ ക്രൂശ് മരണത്തിൽ. യേശുവിന്റെ ക്രൂശ് മരണമാണ് എന്റെ ജയം, ദൈവമക്കളുടെ ജയം. യേശുവിന്റെ ക്രൂശ് മരണമാണ്. യേശു ക്രൂശിൽ മരിച്ചില്ലായിരുന്നു എങ്കിൽ പാപിക്ക് രക്ഷയില്ലായിരുന്നു. എന്നാൽ യേശുവിന്റെ മരണം ഈ ലോകത്തിൽ ഏത് ലോക തോൽവിയെയും ക്രിസ്തുവിൻ്റെതാക്കി മാറ്റുവാൻ യേശുവിന്റെ മരണം, ഓ സ്തോത്രം, നമുക്ക് വിടുതലായി മാറി, നമുക്ക് ജയമാണ്. ആമേൻ. ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെ ദുഃഖ ദിവസമല്ല, പിന്നെ നല്ല വെള്ളിയാഴ്ച. അന്ന് സ്തോത്രം, അന്ന് പട്ടിണി കിടക്കുന്ന ദിവസമല്ല, പിന്നെ എന്താ കാര്യം? നരകത്തിനകത്തുനിന്ന് വിശ്വസിക്കുന്ന മക്കളെ പൊക്കിയെടുത്ത് സ്വർഗത്തിലാക്കിയ ദിവസമാണ്. കരമടിച്ചത് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നരക തീക്കകത്തുനിന്ന് പൊക്കിയെടുത്ത ദിവസം അത്രേ, ഓ സ്തോത്രം, ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ ദിവസം. അന്ന് യേശു ക്രൂശിൽ മരിച്ചത് എന്റെ ജയമായിരുന്നു. ഇതിനകത്തിരിക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജയമായിരുന്നു. ഈ ദേശത്തിൽ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, എന്റെ നിങ്ങളുടെ ജയമാണ് ക്രൂശിൽ നടന്നത്. എവിടത്തെ ജയം? എനിക്കെതിരെയുള്ള പിശാചിനെ തലയെ തകർത്ത് യേശു പറഞ്ഞു, എനിക്ക് ഇന്ന വ്യക്തികൾ വേണം. എന്റെ ക്രൂശിലോട്ട് ആര് നോക്കിയാലും അവർ നരകത്തിൽ പോകരുത്, അവർ സ്വർഗത്തിൽ വരണം. അത് എന്റെ പൈതലാക്കാൻ, ദൈവത്തിൻ്റെതാക്കാൻ എന്റെ യേശു മരിച്ച ആ ക്രൂശ് മരണം വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അതൊരു ജയമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ക്രൂശ് മരണം ജയമാണ്. എനിക്ക് നിങ്ങൾക്ക് എതിരെ ശത്രു എഴുതിയ ബൈബിളിലുണ്ടോ? കൊലോസ്യർക്ക് ലേഖനത്തിനകത്തുണ്ട്. കൊലോസ്യർക്ക് ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് അപ്പോസ്തലനാകുന്ന പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായം 14-15 വാക്യം വായിച്ചേ. 14-15 വാക്യം. അവനോട് കൂടെ ചെയ്യിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്തും മായ്ച്ച് ക്രൂശിൽ തറച്ചു നടുവിൽ നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. കണ്ടോ? എനിക്കെതിരെയുള്ള സകല ശക്തികളെയും, എനിക്കെതിരെ ദുഷ്ടൻ കുറെ ആരോപണങ്ങൾ എഴുതി വെച്ചിരുന്നു. ആ ക്രൂശിൽ യേശു ക്രിസ്തു മരിച്ചപ്പോൾ അവന്റെ ആരോപണങ്ങളെ വലിച്ചു കീറി അവനെ പരസ്യ കാഴ്ചയാക്കി. അവന്റെ തലയെ ചതച്ചരച്ചിട്ട് യേശു പറഞ്ഞു, എടാ, എന്നെ നോക്കുന്നവൻ എൻ മൂലം ജീവിക്കും, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, എന്നെ നോക്കുന്ന ഏത് പാപിക്കും പാപക്ഷമയുണ്ട്. ജീസസ്, ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കും പാപം മോചിക്കപ്പെടാൻ സാധുക്കളെ സഹായിച്ചാൽ പാപം മോചിക്കപ്പെടില്ല. സ്തോത്രം. നല്ല കാര്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഈ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത നല്ല കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, സാധുക്കളെ സഹായിക്കുന്നതും ഭവനം വെച്ച് കൊടുക്കുന്നതും, സ്തോത്രം, വസ്തുവില്ലാത്തവർക്ക് വസ്തുവും ഭവനം ഒക്കെ വാങ്ങി കൊടുക്കുന്നതും ആഹാരം കൊടുക്കുന്നതും എല്ലാം നല്ലതാണ്. പക്ഷെ ഇത് മാത്രം കൊടുത്തത് കൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകണം ഒറ്റ വഴി ഭക്ഷണം കൊടുപ്പല്ല, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. ഹല്ലേലൂയ. ബാക്കിയെല്ലാം പിന്നെ നിങ്ങൾ എന്തുണ്ടോ കൊടുത്തോ, ഇതെല്ലാം നല്ലതാണ്. ഈ ഭൂമിയിൽ 4 വിരൽ നീളമുള്ള മനുഷ്യന്റെ നിഴൽ പോലെ നടക്കുന്ന ഈ ആയുസിനകത്ത് എന്തെല്ലാം നമുക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തോ. ഇത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ദൈവം തരുന്ന ആ സമയം ഒന്നും പാഴാക്കല്ലേ. പാട്ടുകാരൻ പാടി, പാഴാക്കി കളയരുതേ നിന്നോട്ടങ്ങൾ അധ്വാനമല്ല, ലോക ഇമ്പങ്ങൾ വേടിയാ കർത്താവിനായൊരുങ്ങിടാ. പാഴാക്കി കളയരുതേ നിന്നോട്ടങ്ങൾ അധ്വാനമല്ല, ലോക ഇമ്പങ്ങൾ വേടിയാ കർത്താവിനായൊരുങ്ങിടാ. കാണുമോ നീ കത്തൻ വരവിൽ, കേൾക്കുമോ കാഹള ശബ്ദത്തെ, വാസന്നമേ പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ. പാഴാക്കി കളയരുതേ
ദൈവത്തിന്റെ പൈതലേ, യേശു മാത്രം കർത്താവ്. യേശുവിന്റെ ക്രൂശിലേക്ക് നോക്കുന്ന ഏത് പാപിക്കും പാപമോചനമുണ്ട്. നമ്മുടെ സമ്പത്തിന് നമ്മുടെ പാപത്തെ ക്ഷമിക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ ഡോക്ടറിന് പാപത്തെ ക്ഷമിക്കാൻ കഴിയത്തില്ല. പാപത്തെ ക്ഷമിക്കാൻ കഴിയുന്ന ഒരാളെ ഉള്ളൂ, ഞാൻ പ്രസംഗിക്കുന്നു, യേശു ക്രിസ്തു. കാരണം എന്താണ്? ആ യേശു ക്രിസ്തു മാത്രം. പാപമില്ലാതെ ജനിച്ചു, പാപമില്ലാതെ ജീവിച്ചു, പാപമില്ലാതെ മരിച്ചു. ആ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ സകല പാപിക്കും മോചനമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, സ്വത്രം, യേശു കർത്താവ്, ഹല്ലേലൂയ, 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമുക്ക് വേണ്ടി, മാനവജാതിക്ക് വേണ്ടി ഇറങ്ങി വന്നുവെങ്കിൽ, സ്വത്രം, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഇറങ്ങി വന്നു. അന്ന് ഇന്നും യേശു പ്രാർത്ഥിച്ച സ്ഥലം അതുപോലെ ഉണ്ട്. യേശു, സ്വത്രം, ഗെത്സമനെ തോട്ടം അതുപോലെ ഉണ്ട്. യേശു സ്നാനമേറ്റ സ്ഥലം അതുപോലെയുണ്ട്. യേശുവിനെ അറസ്റ്റ് ചെയ്ത സ്ഥലം അതുപോലെയുണ്ട്. യേശുവിനെ വിസ്തരിച്ച സ്ഥലം അതുപോലെയുണ്ട്. സ്വത്രം, ഞാൻ പറയട്ടെ, യേശു എവിടെയെല്ലാം പോയിട്ടുണ്ട്, ആ സ്ഥലങ്ങളെല്ലാം ഇന്ന് അവിടെ ഉണ്ട്. യേശുവിനെ തള്ളി പറഞ്ഞ വ്യക്തികൾ നിന്ന സ്ഥലം പോലും അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിന്റെ കല്ലറ ഇന്നും അവിടെ തുറന്നു കിടക്കുന്നു. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല. കണ്ടോ, മരണത്തിന് പോലും യേശുവിനെ അടക്കി വെക്കാൻ പറ്റിയില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആ യേശു വരാൻ സമയമായി. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 42-ാം വാക്യം വായിക്കുമ്പോൾ, വായിച്ചേ, മത്തായി 24-ാം അധ്യായം അതിന്റെ 42-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത്, വായിച്ചേ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പിൻ. എപ്പോ വരുമെന്ന് അറിയത്തില്ല. നമ്മുടെ കർത്താവ് വരാറായി. പക്ഷെ എപ്പം വന്ന് അറിയായികയാൽ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. നോക്കിയേ, സ്വത്രം, വിവാഹമായ പെൺകുട്ടി വിവാഹ ദിവസവും തലേ ദിവസവും ഒക്കെ എങ്ങനെയായിരിക്കും ആ കുട്ടി? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? വിവാഹമായ കുട്ടി വിവാഹ ദിവസം എങ്ങനെയായിരിക്കും അവൾ വരിക? സ്വത്രം, അവൻ കൊടുത്ത ഡ്രസ്സ് എല്ലാം തയ്ച്ച് റെഡിയാക്കി, നേരത്തെ തന്നെ റെഡിയാക്കി. അത് സ്വത്രം, ചെരുപ്പും അവൻ എന്തെല്ലാം കൊടുത്തിട്ടുണ്ടോ അതെല്ലാം അവൾ റെഡിയാക്കി കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കും അല്ലേ? എന്നാൽ കല്യാണ ദിവസം രാവിലെ അതെടുത്ത് ധരിച്ച് സ്വത്രം വാഹനത്തിൽ കയറി എന്ത് ചെയ്യും? കാറിൽ വന്ന് പള്ളിയിൽ വെച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലാണെങ്കിൽ ഓഡിറ്റോറിയത്തിന് ഫ്രണ്ടിൽ വന്ന് കാറിൽ എന്ത് ചെയ്യും? ഇറങ്ങുമ്പോൾ സ്വത്രം ഒരു ടച്ചിങ് ഉണ്ട് ശരീരത്തിന്. അപ്പോൾ പറയും, ഒന്ന് സാരിയൊക്കെ ഒന്ന്, അല്ലെങ്കിൽ സാരി ഇല്ലെങ്കിൽ ഒന്ന്, എന്തായിരുന്നാലും ഒന്ന് സംഭവമൊക്കെ ഒന്ന് തലമുടിയൊക്കെ ശകലം വെച്ചതെല്ലാം ഒരല്പം ഒരു മിനിറ്റ് എന്ന് പറയൂലേ? ഇവിടെ എല്ലാവരും വിളിക്കും, സമയമായി കെട്ടിടത്താൻ സമയമായി, ഒരു മിനിറ്റ് 2 മിനിറ്റ് പറയത്തില്ലേ? ചെന്ന് പറയത്തില്ലേ, ഫ്ലീറ്റ് ഇളകിപ്പോയി, ഒന്ന് പിൻവെച്ച് ചെയ്തോട്ടെ എന്ന് പറയത്തില്ലേ? ഇത് ഇപ്പോ അത് പുറത്ത് വന്നു അല്ലേ? കാറ് പുറത്ത് വന്നില്ലേ? കാറ് പുറത്ത് വന്നു. പെൺകുട്ടി ഡോറ് തുറന്ന് എന്ത് ചെയ്തു? പുറത്ത് ഇറങ്ങിയപ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സ് അല്പം ഒന്ന് ചുളിഞ്ഞു. അപ്പോൾ കൂടെ ഉള്ളവർ പറയും, ഒന്ന് ചുളുക്ക് മാറ്റാൻ, 1 മിനിറ്റ്, ഇപ്പൊ വരാം. ഇതുപോലെ ഒരുങ്ങിയിരിക്കുന്ന യേശുവിന്റെ വരവിൽ നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? പിന്നെ ഒന്ന് എണീക്കുമ്പോൾ ചുളുക്ക് മാത്രമേ കാണാവൂ. അത്ര ഒരുക്കത്തോടെ വേണം ഇരുന്നാലേ എവിടെ പോകാൻ പറ്റൂ? യേശുവിന്റെ വരവിൽ അതെങ്ങനെ പോകും? എങ്ങനെ? കർത്താവ് തന്ന വസ്ത്രം ധരിച്ചൊരുങ്ങിയിരിക്കണം. പുറത്ത് മാത്രമല്ല, അകത്ത്. ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിനകത്ത് ഒരു ദൈവത്തിന്റെ പൈതൽ പുറത്തുള്ള വസ്ത്രം മാത്രം ധരിക്കണമെന്നല്ല, പിന്നെ അകത്ത് ഒരുപാട് മാറ്റം വരണം. പാട്ടുകാരൻ പാടി, ജീവിതം ഇന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനെ വന്നു, ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ വന്നു, ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ. ജീവിതം ഇന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനെ വന്നു, ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ യേശു വരാൻ സമയമായി. ഇന്ന് രാത്രി പാങ്കോട്ടുള്ള ദേശത്തോട് ചോദിക്കുന്നു, നീ വർഷകാലമായി സഭയിൽ പോകുന്ന ആളായിരിക്കുക, പള്ളിയിൽ പോകുന്ന ആളായിരിക്കുക, ആരാധിക്കാത്ത ആളായിരിക്കുക. ഇന്ന് രാത്രി യേശു ഈ രാത്രി ഈ സമയം വന്നാൽ താങ്കൾ കയറി പോകുന്ന ഒരുക്കത്തിലാണോ അതോ ഇല്ലയോ? നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? 1 തെസ്സലോനിക്കർ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 6-ാം വാക്യം വായിച്ചേ. 6-ാം വാക്യം, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഒരു കൂട്ടം പേർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിട്ട്
പറഞ്ഞുകൊണ്ടിരിക്കുക, ഉണർന്നോളണം, പാപത്തെ വിട്ട് ഉണർന്നോളണം, താൽക്കാലിക ഭോഗങ്ങളെ വിട്ട് ഉണർന്നോളണം, ലോക ചിന്തകളെ വിട്ട് ഉണർന്നോളണം. എവിടെയെല്ലാം ആണോ കഴിഞ്ഞ നാളുകൾ യേശുവിന്റെ വചനം കേട്ടിട്ടും മുട്ടുമടക്കാൻ പറ്റാത്ത ഇടങ്ങൾ, ഓ സ്തോത്രം, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത എല്ലാവരും രക്ഷിക്കപ്പെട്ടോളണം. മാനസാന്തരപ്പെടാത്തവർ മാനസാന്തരപ്പെട്ടോളണം, സ്നാനപ്പെടാത്തവർ സ്നാനപ്പെട്ടോളണം. നേരത്തെ ദൈവദാസൻ പറഞ്ഞ അഭിഷേകം പ്രാപിക്കാത്തവർ അഭിഷേകം പ്രാപിച്ചോളണം. ആ കർത്താവിന്റെ ജീവനെ പ്രാപിച്ച് കർത്താവിന്റെ വരവിനായി ഓ മണവാട്ടി ഒരുങ്ങി കാത്തിരിക്കും. ഇന്ന് രാത്രി വേദപുസ്തകത്തിലെ വചനങ്ങളെ ധ്യാനിച്ച് ധരിച്ചുകൊണ്ട് ഒരു ദൈവ പൈതൽ കാത്തിരിക്കുമ്പോഴാണ് യേശുവിന്റെ വരവിൽ കയറിപ്പോകാൻ കഴിയുന്നത്. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സ്വബോധവുമായിരിക്കും. ഉണരണം. എവിടെയൊക്കെ ഉറങ്ങിയിരിക്കുകയാണ്. ഇന്നും കഴിഞ്ഞ നാളുകളിൽ പാപമുണ്ട്, രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ടേ തീരൂ. എന്താണ് രക്ഷ? ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ് രക്ഷ. എന്താണ് ശിക്ഷ? നരകമാണ് ശിക്ഷ. രക്ഷ എന്താ? ഓ ജീവൻ, നിത്യജീവൻ, യേശുവിന്റെ ജീവൻ. യേശുവിന്റെ ജീവൻ എന്റെ അകത്ത് വരണം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം ധ്യാനിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഉൽപ്പത്തി പുസ്തകം ധ്യാനിക്കുമ്പോൾ അതിനകത്തുണ്ട് എന്താണ് ജീവൻ, എന്താണ് കർത്താവിന്റെ ജീവൻ എന്ന് അതിനകത്തുണ്ട്. ഏദൻ തോട്ടത്തിനകത്ത് എന്റെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയാക്കി മാറ്റി ഏദൻ തോട്ടത്തിനകത്താക്കി ആദമിന്റെ വാരിയിൽ നിന്ന് ഹൗവയെ സ്വത്രം വലിച്ചൂരിയെടുത്ത് ശരീരത്തിൽ സ്കിൻ പൊതിഞ്ഞ് എന്റെ കർത്താവ് അവളെയും ജീവനുള്ള ദേഹിയാക്കി ആദമും ഹൗവയും രണ്ടുപേരെയും വിവാഹം നടത്തി ഏദൻ തോട്ടത്തിനകത്ത് പാർപ്പിച്ചു. എന്റെ ദൈവം അവരും തമ്മിൽ എപ്പോഴും ഒരു ആരാധന ബന്ധം, ദൈവ സാന്നിധ്യത്തിനകത്ത് അവർ ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഏദൻ തോട്ടത്തിനകത്ത് ആദമിന്റെ മേലും ഹൗവയുടെ മേലും ജീവൻ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? ഏദൻ തോട്ടത്തിനകത്ത് ആദമിന്റെയും ഹൗവയുടെ മേൽ ജീവൻ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? ജീവൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ജീവൻ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചേ. ഒരു മനുഷ്യനിൽ ഏദൻ തോട്ടത്തിനകത്ത് കിടന്നപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. ഈ എന്റെ ബൈബിളിന്റെ പുറം നോക്കിയാൽ മതി. ദൈവത്തിന് സ്തോത്രം. 3 ഭാഗം, ഇടയ്ക്ക് ഒരു വര, ഇവിടെ താഴെ ഒരു വര, അങ്ങനെ 3 ഭാഗം. മനസ്സിലായോ? 3 ഭാഗം. ഈ 3 ഭാഗത്തിൽ ഏറ്റവും മുകളിലത്തെ ഭാഗം ആദമിന് എന്തുണ്ടായിരുന്നു? ആദമിന് ഹവ്വയ്ക്ക് എന്തുണ്ടായിരുന്നു? ആത്മാവുണ്ടായിരുന്നു, ദേഹം ഉണ്ടായിരുന്നു, ദേഹി ഉണ്ടായിരുന്നു. എത്ര എണ്ണം ഉണ്ടായിരുന്നു? ആത്മാവും ദേഹവും ദേഹി. ഏദൻ തോട്ടത്തിനകത്ത് ആത്മാവും. ശ്രദ്ധിച്ച് കേട്ടെ. രക്ഷ എന്താണെന്ന് അറിയണ്ടേ? രക്ഷിക്കപ്പെടണമോ? രക്ഷിക്കപ്പെടണം. രക്ഷ എന്താണെന്ന് അറിയണ്ടേ? എങ്കിലല്ലേ രക്ഷിക്കപ്പെടാൻ പറ്റൂ. കാരണം കല്ല് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങളടിച്ച് മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധന ചെയ്യുന്നു. പാതാളത്തെ ജയിച്ചവനെ അങ്ങേ ആരാധന ചെയ്യുന്നു. മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധന ചെയ്യുന്നു. പാതാളത്തെ ജയിച്ചവനെ അങ്ങേ ആരാധന ചെയ്യുന്നു. ഹല്ലേലൂയ ഹോസന്ന, 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 ഹല്ലേലൂയ ഹോസന്ന. ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന. അൻപുകൂറുവേൻ ഇന്നും അധികമായി ആരാധിപ്പീൻ, ഇന്നും മാർഗമായി അൻപുകൂറുവേൻ ഇന്നും അധികമായി ആരാധിപ്പേൻ, ഇന്നും മാർഗമായി ഉള്ളത്തോടെ ആരാധിപ്പേൻ, ഉളുബലത്തോടെ അൻപു കൂറുവേ. ആരാധന 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 ആരാധന. സ്വന്തമെന്ന് പറഞ്ഞിടുവാ ചടിയല്ല ചരുമില്ല, സ്വത്ത് എന്ന് ചേർന്നിടുവാ അപ്പനല്ല ചരുമില്ല. യേശുവാ യേശുവാ എനിക്കെല്ലാം യേശുവാ യേശുവാ
യേശുവാ എനിക്കെല്ലാം യേശുവാ சொந்தமென்று சொல்லிக்கொள்ள உண்மையன்றி யாரும் இல்ல சொத்து என்று அள்ளிக்கொள்ள உண்மை விட எதுவும் இல்ல இயேசுவா இயேசுவா எனக்கெல்லாம் இயேசுவா 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 எனக்கெல்லாம் இயேசுவா 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 எனக்கெல்லாம் இயேசுவா சொந்தமென்று சொல்லிக்கொள்ள உண்மையன்றி யாருமில்ல சொத்து என்று அள்ளிக்கொள்ள உண்மை விட எதுவுமில்ல இயேசுவா இயேசுவா எனக்கெல்லாம் இயேசுவா 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 எனக்கெல்லாம் இயேசுவா ஹல்லேலூயா ഹല്ലേലൂയ കരങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ആമേൻ ഏദൻ തോട്ടത്തിനകത്ത് ആദമും ഹവ്വയും എൻ്റെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു കാരണം അന്ന് ഏദൻ തോട്ടത്തിനകത്ത് മൂന്ന് കാര്യമുണ്ടായിരുന്നു ഒന്ന് ആത്മാവ് ഉണ്ടായിരുന്നു പിന്നെ ദേഹം ദേഹി മൂന്ന് കാര്യങ്ങൾ ആദമിന് ഹവ്വയ്ക്കും ഉണ്ടായിരുന്നു ആ മൂന്ന് കാര്യങ്ങളുമായി അവർ എൻ്റെ യേശുവിനെ ആരാധിച്ചും പാടിയും സ്തുതിച്ചും ഹല്ലേലൂയ ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ദൈവത്തിന്റെ ജീവൻ പ്രാപിച്ച് ദൈവത്തിന്റെ തേജസ്സിനകത്ത് ആ കൃപയ്ക്കകത്ത് അവർ താമസിച്ച ചില കാലഘട്ടം അങ്ങനെ ഇരിക്കുമ്പോൾ ഏദൻ തോട്ടത്തിനകത്ത് ആമേ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിക്കാൻ വന്ന സമയം സ്വത്രം പാമ്പും ഹവ്വായും കൂടെ ഒന്ന് സംഭാഷണം നടത്തി നമ്മൾ ഫോൺ വിളിക്കത്തില്ല അതുപോലെ അവർ രണ്ടുപേരും ആദമില്ലാത്ത സമയം നോക്കി രണ്ടുപേരും കൂടെ നർമ്മ സംഭാഷണം നടത്തി കയറി പിടിച്ചത് എവിടെയായിരുന്നു കർത്താവിനെ ദൈവത്തെ പോലെ ആക്കിക്കളയാമെന്നുള്ളൊരു വാക്കിനെയായിരുന്നു കയറി പിടിച്ചത് അതോടെ ഹവ്വ സ്വത്രം ആ പാമ്പിന്റെ ശബ്ദം കേൾക്കുകയും ആ ദൈവം പറഞ്ഞ് വിലക്കി നിർത്തിയ ആ നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം അവൾ പറിക്കുക മാത്രമല്ല അവളും കഴിച്ചു ഭർത്താവിനും കൊടുത്തു രണ്ടുപേരും കഴിച്ചപ്പോൾ എന്താ സംഭവിച്ചേ ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് പോയി എന്താ പോയേ ആ ജീവൻ പോയി എന്ത് പോയി അതുവരെ എന്തുണ്ടായിരുന്നു ജീവൻ ഉണ്ടായിരുന്നു നമുക്ക് ജീവനുണ്ടല്ലേ നമ്മുടെ ജീവനകത്ത് ചെയ്യുന്ന എല്ലാം ഇന്ന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പാപം ചെയ്യാതെ ക്രിസ്തുവിൽ ജീവിക്കണമെങ്കിൽ ആരുടെ ജീവൻ വരണം യേശുവിന്റെ ജീവൻ രക്ഷിക്കപ്പെടുന്ന എന്തോന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് യേശുവിന്റെ ജീവൻ എൻ്റെ അകത്ത് വരണം അതുകൊണ്ടാണ് മൂന്നാമത്തെ വാഗ്ദത്തം നിത്യജീവനെ പ്രാപിക്കണം നിത്യജീവൻ നിത്യമായ ജീവൻ ഹല്ലേലൂയ അപ്പൊ ഏദൻ തോട്ടത്തിനകത്ത് ആദമിന്റെ മേലും ഹവ്വയുടെ മേലും എന്തോന്നൊക്കെ ഉണ്ടായിരുന്നു ആത്മാവ് ഉണ്ടായിരുന്നു ദേഹമുണ്ടായിരുന്നു ദേഹി ആത്മാവ് മനസ്സ് ശരീരം മൂന്ന് ഭാഗങ്ങൾ ആർക്കുണ്ടായിരുന്നു ആദമിനും ഹവ്വയ്ക്കും ഏദൻ തോട്ടത്തിനകത്തുണ്ടായിരുന്നു അവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും ദൈവത്തിന്റെ കാലൊച്ച കേൾക്കാൻ പറ്റും ഞാൻ ചോദിക്കട്ടെ കർത്താവിന്റെ കാലൊച്ച കേൾക്കാൻ പറ്റുന്ന എത്ര വിനാത്തിരിപ്പുണ്ട് ആത്മാവിൽ മാത്രമേ കാലൊച്ച കേൾക്കാൻ പറ്റത്തുള്ളൂ ആത്മാവില്ലെങ്കിൽ ദൈവത്തിന്റെ കാലൊച്ചയോ ദൈവ ശബ്ദമോ കേൾക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് പറയുന്നത് ആത്മാവ് നമ്മുടെ അകത്ത് വന്നാലേ ഫലമുള്ളൂ ദൈവത്തിന് സ്തോത്രം എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല അങ്ങനെ ഏദൻ തോട്ടത്തിനകത്ത് ആത്മാവും മനസ്സും ശരീരവും ആദമിനും ഹവ്വയ്ക്കും ഉണ്ടായിരുന്ന സ്ഥാനത്ത് പാപം ചെയ്തപ്പോൾ ആത്മാവ് ഇരുന്ന സ്ഥലത്ത് ആത്മാവ് ഇറങ്ങിപ്പോയി പിന്നെ അവിടെ ആത്മാവേ ഇല്ല ഇരുണ്ട സ്ഥലം പോലെ നിങ്ങൾ നോക്കിയേ നിങ്ങളുടെ വീട്ടിൽ 3 മുറിയുണ്ട് 3 മുറിയിൽ ഒരു മുറിയിൽ ലൈറ്റ് ഇല്ല എങ്ങനെ ഇരിക്കും ഒരു മുറിയിൽ ലൈറ്റ് ഇല്ലായിരുന്നു എങ്ങനെ ഇരിക്കും അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ഭാഗത്ത് ലൈറ്റ് പോയി ഏത് ഭാഗത്താ പോയേ യേശുവിന്റെ ആത്മാവിരുന്ന ഭാഗത്ത് ലൈറ്റ് പോയതോടും കൂടെ പിന്നെ തീരുമാനമെടുക്കുന്നത് പിന്നെ എന്തോ തീരുമാനമെടുക്കുന്നത് ശരീരവും മനസ്സും കൂടെ തീരുമാനമെടുത്താണ് ജീവിക്കുന്നത് ഇന്ന് ഈ ലോകത്തിൽ അനേകർ തീരുമാനിക്കുന്നത് മനസ്സുകൊണ്ടാണ് അത് മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുന്നത് മനസ്സിലാണ് കേട്ടോ മനസ്സിന് ഒരുപാട് തീരുമാനമെടുക്കും പല കാര്യങ്ങളും ചെയ്യും വിജയിച്ചിട്ടുമുണ്ട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചേർന്നാണ് തീരുമാനമെടുക്കുന്നത് ദൈവത്തിന് സ്വതന്ത്രം മനസ്സിലാകുന്നുണ്ടോ മനസ്സും ശരീരവും കൊണ്ട് തീരുമാനമെടുത്ത് ആ കാര്യങ്ങൾ അങ്ങ് നടക്കും ഏദൻ തോട്ടത്തിനകത്ത് ആത്മാവും മനസ്സും ശരീരവുമായി ജീവിച്ച ആദമും ഹവ്വയും പാപം ചെയ്തില്ല പാപമില്ലാതെ ജീവിക്കുമ്പോൾ ഒരു ദിവസം ഏദൻ തോട്ടത്തിനകത്ത് ആ ഫലം പറിച്ചു തിന്ന ആ സമയത്ത് ജീവൻ പോയി പിന്നെ 2 കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് മനസ്സും ഒന്ന് ശരീരവും ഈ ജീവൻ ദൈവത്തിന്റെ ജീവൻ എന്ന സ്ഥാനത്ത് എന്തോന്നായി ഇരുട്ടടഞ്ഞ ഒരു മുറി പോലെയായി അപ്പോ സ്വത്രം അവിടെ യേശുവിന്റെ ശബ്ദം കേൾക്കുന്നില്ല യേശുവിന്റെ സാന്നിധ്യം ഇല്ല ക്രിസ്തു ജീവിച്ച ജീവിതം ജീവിക്കാൻ പറ്റുന്നില്ല ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കാൻ പറ്റുന്നില്ല പള്ളിയിൽ പോകുന്നു ഉറക്കം തൂങ്ങിയിരിക്കുന്നു വീട്ടിൽ ഞായറാഴ്ച
ഞായറാഴ്ച ആകുമ്പോ പള്ളിയില് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആ ജീവനും പ്രാപിച്ചിട്ടേ പോകാവൂ. അവിടെ വെച്ച് അവൻ ഏതൻ തോട്ടത്തിനകത്ത് വെച്ച് ആദമിന്റെ ജീവൻ നഷ്ടപ്പെട്ടു, ഹൗവയുടെ ജീവൻ നഷ്ടപ്പെട്ടു. പിന്നെ അവർ തീരുമാനമെടുത്തതും ജീവിച്ചതുമല്ല മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമായിരുന്നു. മനസ്സും ശരീരവും ചേർന്നുള്ള ജീവിതമായിരുന്നു അവരുടെ ജീവിതം. ഇന്ന് ഞാൻ പറയട്ടെ, ആ ജീവിതത്തിനകത്ത് യേശു ക്രിസ്തു ഇതാ ഇറങ്ങി വന്നു ആ ജീവനെ തരാൻ. ഇന്ന് രാത്രി ആ ജീവനെ തരാൻ യേശു ക്രിസ്തു ഇറങ്ങി വന്നു. അങ്ങനെ ഒരു പാവി ഏതൻ, അതാണ് ആദ്യ മനുഷ്യനായ ആദം നിമിത്തം പാപം മുഴു ലോകത്തിൽ വന്നു. ആദമിലൂടെയുള്ള സകല ജനങ്ങൾ എന്ത് ചെയ്തു? പാവികളായി മാറി. അതുകൊണ്ടാണ് റോമർ പറയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, നന്മ ചെയ്യുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു എന്ന് വേദപുസ്തകം പറയാൻ കാര്യം വേറെ ഒന്നുമല്ല. പാപം നിറഞ്ഞു, എല്ലാ വ്യക്തികളും അധർമ്മികളായി പാവികളായി മാറി. എന്നാൽ പാപം നിറഞ്ഞ വ്യക്തി യേശുവിന്റെ ക്രൂശിന്റെ ചുവടിലേക്ക് പോയി മുട്ടുകളെ മടക്കി, ദൈവമേ അപ്പാ എന്റെ പാപത്തെ ക്ഷമിക്കണമേ. യേശുവിനെ ഒരാൾ യഥാർത്ഥമായി കണ്ടാൽ അയാൾ സ്വത്രം ചിരിച്ചോണ്ട് പോകുന്നല്ല, പിന്നെ യേശുവിനെ യഥാർത്ഥമായിട്ട് കണ്ട അയാളെ കരയും. എന്താ കരയാൻ കാരണം? യേശുവിനെ കാണുന്നവന്റെ മുമ്പിൽ പാപം വെളിപ്പെടും. സ്വത്രം യേശുവിനെ ആര് കണ്ടാലും ആ മനുഷ്യന്റെ മുമ്പിൽ താൻ ചെയ്തു കൂട്ടിയ പാപം വെളിപ്പെടും. യേശുവിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. യേശു വിശുദ്ധനാണ്. യേശുവിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മുടെ പാപമാണ് വെളിപ്പെടുന്നത്. ഇത് കാണുമ്പോൾ കർത്താവിനോട് പറയും, കർത്താവേ ഞാൻ പാപിയാണേ, എന്റെ പാപത്തെ ക്ഷമിക്കണേ, എന്റെ കുറവുകളെ ക്ഷമിക്കണമേ. യേശുവേ എനിക്ക് അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ല. ലൂക്കോസ് 5-ൽ പത്രോസ് അപ്പോസ്തലൻ മീനൊന്നും കിട്ടാതെ വല കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ യേശു ക്രിസ്തുവോടെ എത്തി. യേശു ക്രിസ്തു പടവിൽ കയറിയിരുന്നു. മീൻ സ്വത്രം ജനത്തോട് വചനം പ്രസംഗിച്ചു. അതിനുശേഷം മീൻ പിടിക്കാൻ പത്രോസിനോട് വല ഇറക്കാൻ പറഞ്ഞു. പത്രോസ് പറഞ്ഞു, കർത്താവേ നാദാ, തലേ ദിവസം രാത്രി മൊത്തം ഞാൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, പക്ഷെ അങ്ങയുടെ വാക്കിന് ഞാൻ വല ഇറക്കാം. അങ്ങനെ വല വലിച്ചെറിഞ്ഞു. സ്വത്രം പെരുത്ത മീൻകൂട്ടം കരയിൽ വന്നു. എന്നാൽ നമ്മളാണെങ്കിൽ എങ്ങോട്ട് പോകും? മീനിന്റെ മുമ്പിൽ പോകുമല്ലേ വിൽക്കാൻ വേണ്ടി. ഇപ്പൊ കൊണ്ടുപോയ നല്ല വില കിട്ടും. പത്രോസ് മീനിന്റെ മുമ്പിലല്ല പോയി, പിന്നെ എവിടെ പോയി? പത്രോസ് യേശുവിന്റെ മുമ്പിൽ മുട്ടു മടക്കിയിട്ട് പറഞ്ഞു, കർത്താവേ ഞാൻ പാവിയായ ഒരു മനുഷ്യൻ, എനിക്ക് നിൽക്കാനുള്ള യോഗ്യതയില്ല, എന്നെ വിട്ടു പോകണമേ. ഞാൻ പാവിയപ്പാ, ഞാൻ പാവി, എനിക്ക് അങ്ങയുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല, എന്നെ വിട്ടു പോകണമേ. ഇയ്യോബിന്റെ പുസ്തകം അതാണ് പറഞ്ഞത്. യേശുവിനെ യഥാർത്ഥമായിട്ട് കണ്ടാൽ ആർക്കും അവിടെ നിൽക്കാൻ പറ്റത്തില്ല. രണ്ടുപേർ പ്രാർത്ഥിക്കാൻ പോയി. ആരൊക്കെ പ്രാർത്ഥിക്കാൻ പോയി? പള്ളിക്കകത്ത് എല്ലാവർക്കും അറിയാന്നുള്ള ഭാഗമാണ്. ആരൊക്കെ പ്രാർത്ഥിക്കാൻ പോയി? പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയി അല്ലേ? രണ്ടുപേരല്ലേ പ്രാർത്ഥിക്കാൻ പോയ പള്ളിക്കകത്ത്? ആരൊക്കെ പോയെ? പരീശനും ചുങ്കക്കാരനും. പരീശ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്തൊന്നും പ്രാർത്ഥിച്ചേ? പരീശ മിടുക്കനാ, അവനെല്ലാ കാര്യങ്ങളും അറിയാം. എവിടെ പ്രാർത്ഥിച്ചു? കർത്താവേ ഈ നിൽക്കുന്ന അയാളെ പോലെ ഒന്നും അല്ല ഞാൻ ദശാംശം എല്ലാം കീച്ച കൊടുക്കുന്ന ആളല്ലേ, സ്വത്രം. ഞാൻ പള്ളി മുടങ്ങാത്ത ആളല്ലേ, ഞാൻ ഉപവസിക്കുന്ന ആളല്ലേ, ഞാൻ എല്ലാം ചെയ്യുന്ന ആളല്ലേ. ഇവനെ പോലെ ഒന്നും അല്ല ഞാൻ. അവന്റെ പ്രാർത്ഥന കഴിഞ്ഞു. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്, ഞാൻ എന്തോ ആണെന്നുള്ള ചിന്ത. അയാൾ എന്തോ കൊടുത്തിട്ട് അയാൾ എന്തോ ആണെന്നുള്ള ചിന്തയിൽ ദൈവത്തിന്റെ മുമ്പിൽ വന്നു. അർത്ഥം അയാൾ ദൈവത്തെ കണ്ടില്ല. പള്ളി വന്ന് കോട്ട് പോയിട്ട് ഉറങ്ങി എണീറ്റ് ചെയ്തതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് അങ്ങ് പോയി. അയാൾ ചെയ്തെല്ലാം വിളിച്ചു പറഞ്ഞു. പള്ളിക്ക് കൊടുത്തെന്ന് വിളിച്ചു പറഞ്ഞു. സ്വത്രം കൊടുത്ത ഫാനൊക്കെ ക്ലിയർ ആയിട്ടുണ്ടോ നോക്കി, എല്ലാവർക്കും നോക്കി കൊള്ളാം. സ്വത്രം കൊടുക്കുന്നുണ്ട്. അഥവാ ഓടിയില്ലെങ്കിൽ ചോദിക്കുക, എന്താ ബാറ്ററി ഇല്ലാത്തതുകൊണ്ടാണ്, എന്തെങ്കിലും ഞാൻ തന്ന ഫാൻ എന്താ ഇങ്ങനെ? കാരണം എൻ്റെ ഫാനാണെന്ന് അയാൾ എല്ലാവർക്കും ഒന്നും കൂടെ വെളിപ്പെടുത്തിയിട്ട് പോകും. ദൈവത്തിന് സ്വത്രം. അതാണ് ആര്? പരീശൻ. എന്നാൽ ചുങ്കക്കാരൻ അങ്ങനെയല്ല. ചങ്ക തിരിച്ചുകൊണ്ട് കരഞ്ഞു, കർത്താവേ എനിക്ക് അങ്ങയുടെ മുഖത്ത് നോക്കാനുള്ള യോഗ്യത എന്തില്ലെന്ന്? യോഗ്യതയില്ല, ഞാൻ പാവിയാണപ്പാ. തിരിച്ചു പോയപ്പോൾ നീതീകരിക്കപ്പെട്ട് പോയത് ആരാ പോയേ? സ്വയം വിളിച്ചു പറഞ്ഞ ആളാണോ? ഞാൻ എന്തോ ആണെന്ന് വിളിച്ചു പറഞ്ഞ ആളാണോ? അതോ കർത്താവേ ഭാവിയാണ്, അപ്പൻ്റെ മുമ്പിൽ നിൽക്കാൻ ഒരു യോഗ്യതയില്ല അപ്പാ കർത്താവേ, ഞാൻ ഏതുമല്ല, ഞാൻ ഇന്നും പാപം ചെയ്തപ്പാ, ഇന്നലെയും പാപം ചെയ്തു, എൻ്റെ ജീവിതത്തിനകത്ത് കുറവേ ഉള്ളൂ. അങ്ങയുടെ പള്ളിയിൽ വരാനോ അങ്ങേ മുഖത്തൊന്ന് നോക്കാനോ എനിക്ക് യോഗ്യതയില്ലെന്ന്. അതാ എന്നെ കർത്താവ് തുറന്നേ, എന്നെ ആ രക്തം കൊണ്ട് കഴുകണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചുങ്കക്കാരൻ നീതിമാനായി തിരിച്ചുപോയി. എന്നാൽ മറ്റവൻ എങ്ങനെ പോയേ? വന്നിട്ട് ഒന്ന് ഞാനെന്ന പാപത്തിൽ നിന്നു. അയാൾ ഉപവസിച്ച് എല്ലാം വിളിച്ചു പറഞ്ഞു, അയാൾ കൊടുത്തത് വിളിച്ചു പറഞ്ഞു, നോട്ടീസ് എല്ലാം ഒട്ടിച്ചു, സ്വർണ്ണ ലിപിയിൽ പള്ളിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കൊടുത്തതാണ് എന്ന്. അല്ലെങ്കിൽ എല്ലാം ഉണ്ട്, എല്ലാം എഴുതി വെച്ചു. പേരൊക്കെ പ്രശസ്തിയെ കിട്ടി, 2 കയ്യടിയെ കിട്ടി, സ്വാത്രം ഇങ്ങനെയാണ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് എല്ലാ രീതിയിൽ കിട്ടി. പക്ഷെ മറ്റേ ആളിനൊന്നുമില്ല. അയാൾ എന്ത് കൊടുത്തോ കൊടുത്തില്ലെന്നൊന്നും വേദപുസ്തകത്തിൽ പറയുന്നില്ല. പക്ഷെ അയാൾ ഓർത്ത് കരഞ്ഞു. കാരണം പള്ളിയിൽ 2 പേര് പോയപ്പോൾ യേശുവിനെ കണ്ടവൻ കരഞ്ഞു. രാത്രി ഇതിനകത്ത് യേശുവിനെ കാണുന്ന വ്യക്തിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അവർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നതാ, ഞാൻ പാവിയാണപ്പാ, ഞാൻ പാവി, അപ്പൻ്റെ അടുക്കൽ വരാനുള്ള യോഗ്യത എനിക്കില്ല. യേശുവിനെ ഒരാള് യഥാർത്ഥമായി കണ്ടാൽ അയാൾക്ക് ആദ്യം തോന്നുന്നത് പാവി എന്നാണ്. സഹോദരങ്ങളെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അങ്ങനെ തോന്നുമ്പോഴാണ് യേശുപ്പൻ അവിടെ ഇറങ്ങി അണഞ്ഞു കിടന്നില്ല സ്ഥലം. നിങ്ങൾക്ക് മനസ്സിലായോ? യേശുവിനെ യഥാർത്ഥമായി കാണുമ്പോൾ ആ വ്യക്തി കലനാന്തരം
അങ്ങനെ കരയുമ്പോഴാണ് അവിടെ യേശുപ്പച്ചൻ ഇറങ്ങി ഒരു മെഴുകുതിരി അണഞ്ഞിരിക്കുന്നെന്ന് വെച്ചോ. ആ മെഴുകുതിരിയിൽ നമ്മൾ അടുത്തൊരു മെഴുകുതിരി കൊണ്ട് കത്തിക്കുന്നത് പോലെ നമ്മുടെ അകത്തുനിന്ന് പോയി ഇരുണ്ട് കിടക്കുന്ന ആ മുറിക്കകത്ത് യേശു വന്ന് ഇറങ്ങിയിട്ട് പറയും, അതിനെ കത്തിച്ചിട്ട് പറയും, ശാലിനി ഞാൻ ഇനി നിന്റെ അകത്തുനിന്ന് പോകുന്നില്ല, ഞാൻ നിന്നോട് കൂടെ വാസം ചെയ്യാൻ പോകുന്നു. അതാണ് ആ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ. അവിടെ രണ്ട് കാര്യം നടക്കും. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. രണ്ടാമത് ഒഴിഞ്ഞു കിടന്ന സ്ഥലം യേശു വന്നങ്ങ് നിറയും. അപ്പോഴാണ് എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ? ഹല്ലേലൂയ. യേശു എൻ്റെ അകത്ത് വരണേ, അകത്ത് വരണേ, അകത്ത് വരണേ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഏദൻ തോട്ടത്തിനകത്ത് ആദമിനും ഹൗവയ്ക്കും ദേഹി ആത്മാവ് ഉണ്ടായിരുന്നു. പക്ഷെ അവർ പാപം ചെയ്തപ്പോൾ ആത്മാവ് ഇറങ്ങിപ്പോയി. സ്തോത്രം. അതോടെ അന്ന് മുതൽ അവർ ചെയ്യുന്ന എല്ലാം പാപത്തിലാണ്. അവർ ആത്മാവിലല്ല. പള്ളിയിൽ പോയാലോ ആരാധിച്ചാലോ ഒന്നും ആത്മാവിലല്ല. അവർ പോകും പലതൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷെ ആത്മാവ് അവരുടെ അകത്തില്ല. യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. അന്നു മുതൽ പാപത്തിൽ നിറഞ്ഞു. എന്നാൽ ഏത് പാപിയും യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് വരുമ്പോൾ യേശുവിനെ കണ്ടാൽ, യേശു വിശുദ്ധനാകയാൽ ഏത് പാപിയുടെയും ഹൃദയം പൊട്ടി തകരും. പാപി മുട്ടുമടക്കിയിട്ട് ഇങ്ങനെ അലറും, അപ്പാ എനിക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ കഴിയുന്നില്ല. യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഉസ്സിയാവ് രാജാവ് മരിച്ച ആണ്ടിൽ യഹോവയാകുന്ന ദൈവം ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ സാറാഫുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് ഒരുവനോടൊരുവൻ സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർക്കുമ്പോൾ ഉമ്മറ പടിയുടെ അടിസ്ഥാനം കുലുങ്ങി ആലയം പോകൊണ്ട് നിറഞ്ഞു. യെശയ്യാവ് 1-ാം അധ്യായം മുതൽ 5 അധ്യായം വരെ പ്രവചിച്ച, നീ പാപം ചെയ്തു, നീ ഇന്നത് ചെയ്തു എന്ന് പ്രവചിച്ച അതേ യെശയ്യാവ് അലറി കരയാൻ തുടങ്ങി. ആരെ കണ്ടപ്പോൾ? ദൈവത്തെ കണ്ടപ്പോൾ അലറി കരഞ്ഞിട്ട് പറഞ്ഞു, ദൈവമേ ഞാൻ പാവി, എന്റെ നാവ് ശരിയല്ല, ഞാൻ ശുദ്ധിയില്ലാത്ത അതാണ് ഉള്ളവരുടെ നടുവിൽ വസിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവയുടെ കണ്ണ് എന്നെ കണ്ടുവല്ലോ, ഞാൻ പാവി എന്ന് യെശയ്യാവ് അലറി. ആരെ കണ്ടപ്പോഴാ? യേശുവിനെ കണ്ടപ്പോഴാ. ആ സിംഹാസനത്തിൽ നിന്ന് യേശുവിനെ കണ്ടപ്പോ യെശയ്യാവിന് നിൽക്കാൻ കഴിയില്ല. അപ്പൊ തന്നെ ദൂതന്മാരിൽ ഒരുവൻ സ്തോത്രം ഓടി വന്ന് ഒരു കൊടിൽ കൊണ്ടൊരു തീക്കനലെടുത്ത് ആരെ തൊടുവിച്ചു? യെശയ്യാവിനെ തൊടുവിച്ചു. അപ്പോഴാണ് അതിൽ എഴുതിയിരിക്കുന്നത്, ആ തീക്കനൽ തൊടുവിച്ചതിനാൽ അവൻ ശുദ്ധനായി തീർന്നു. ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നീയും ശുദ്ധിയുള്ള ആളായി മാറണം. യേശുവിന്റെ രക്തത്താൽ ശുദ്ധി വരണം, പാപക്ഷമ വരണം. പാപം ക്ഷമിക്കപ്പെടണം. യേശുവിനെ രക്ഷകനും കർത്താവായി നിന്റെ ഹൃദയത്തിനകത്ത് വരണം. നോക്കിയേ, ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിന്റെ സന്നിധി ഇരിക്കുമ്പോൾ കർത്താവ് ആ 3-ാമത്തെ സ്ഥാനത്ത്, എവിടെ? ഇരുണ്ട് കിടക്കുന്ന അണഞ്ഞു കിടക്കുന്നിടത്ത് യേശു വന്നിട്ട് പറയും, മക്കളെ ഞാൻ കത്തിച്ചു കൊള്ളാം, ഇനി കത്തിച്ചിട്ട് ഞാൻ പോയാൽ വീണ്ടും അത് അണയും, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഇരിക്കാം. അതാണ് പരിശുദ്ധാത്മാവൻ കാര്യസ്ഥൻ. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ പൈതലെ, രക്ഷിക്കപ്പെട്ട എത്ര പേരുണ്ട് ഇതിനകത്ത്? രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ യേശുവിന്റെ വരവിൽ എടുക്കപ്പെടാൻ പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ടേ തീരൂ. യേശുവിന്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം? യേശു വന്നിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാം? ഇന്ന് രാത്രി യേശു വന്നാൽ ആരൊക്കെ കർത്താവിന്റെ രാജ്യത്തിൽ കയറി പോകും? ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കണം, ഒന്ന് ഇരുന്ന് ചിന്തിക്കണം. ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ യേശുവിന്റെ അടുത്ത് കയറി പോകുമോ അതോ ഇല്ലയോ? ഞാൻ വർഷങ്ങൾ കൊണ്ട് പള്ളി പോകുന്ന ആളാണ്, അല്ല പള്ളി പോകാത്ത ആളാണെങ്കിൽ ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി യേശുവിനെ കർത്താവ് രക്ഷകരമായി സ്വീകരിച്ച് കർത്താവിന്റെ വചനത്തിലൂടെ നീ സഞ്ചരിച്ചാൽ നിനക്കും യേശുവിന്റെ വരവിൽ കയറി പോകാം. എന്റെ ദൈവം പറയുന്നു, മറ്റൊരുവൻ രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ഒറ്റ വഴി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ അല്ലാതെ മറ്റ് ഒരു വഴിയിലൂടെയും ആർക്കും സ്വർഗത്തിൽ കടക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സ്നേഹിത സഹോദര സഹോദരി, താങ്കൾ രക്ഷിക്കപ്പെട്ട ആളാണോ? എന്നെങ്കിലും ഒരു ദിവസമെങ്കിലും ഞാൻ ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ട ആളാണെന്ന് എങ്ങനെ അറിയാം? എന്നെങ്കിലും ഒരു ദിവസം ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആർക്കുണ്ടായതുപോലെ? ചുങ്കക്കാരനുണ്ടായതുപോലെ, യെശയ്യാവിനുണ്ടായതുപോലെ, പത്രോസിനുണ്ടായതുപോലെ. ഇനി ഒരു തെളിവ് കൂടെ തരാം. സ്തോത്രം. നമുക്കറിയാം, ഇയ്യോബ്, പിശാച് പറഞ്ഞു, ഇവനെപ്പോൾ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷമിട്ടകന്നവനും ദൈവഭക്തനും ഇല്ല. സ്തോത്രം. ദൈവം പറഞ്ഞു, ഇവനെപ്പോൾ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷമിട്ടകന്നവനും ദൈവഭക്തനുമില്ല. സ്തോത്രം എന്ന് ദൈവവും സാക്ഷി പറഞ്ഞു, പിശാച് സാക്ഷി പറഞ്ഞു. എന്നാൽ ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ 34-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ ഇയ്യോബ് ദൈവത്തെ കണ്ടു, അലറിക്കരഞ്ഞു. ഇയ്യോബ് ഇപ്രകാരം പറഞ്ഞു, അയ്യോ എന്റെ അപ്പാ, ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങേ കാണുന്നത് പോലെ കാണുന്നു. എന്റെ കർത്താവേ, ഞാൻ എന്നെ തന്നെ വെറുത്തു, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. അവൻ കരയാൻ തുടങ്ങി. കണ്ടോ? സ്തോത്രം. ദൈവത്തെ യഥാർത്ഥമായിട്ട് ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവത്തെ യഥാർത്ഥമായിട്ട് ആരെങ്കിലും കണ്ടാൽ ആ വ്യക്തി കരയാൻ തുടങ്ങും, ആ വ്യക്തി നിലവിളിക്കാൻ തുടങ്ങും. കാരണം അയാൾക്ക്, നമ്മൾ ദൈവത്തെ കണ്ടാൽ നമ്മൾ ചോദിക്കുന്ന ആരായിരിക്കും? കർത്താവ് ഇന്ന് ഇറങ്ങി വന്ന് നിങ്ങളുടെ മുറിയിൽ വന്ന് വെച്ചോ, നിങ്ങൾ ചോദിക്കുന്നതായിരിക്കും, കർത്താവ് എനിക്ക് 10 ലക്ഷത്തിന്റെ കടമുണ്ട്, അത് തീർത്തു തരണം. ഇതായിരിക്കും ചോദിക്കുന്നത്.
സ്വത്രം ഇന്ന് യേശു ഇറങ്ങി വന്നെന്ന് വെച്ചോ, രാത്രി മുറിക്കകത്ത് ഇറങ്ങി വന്നു. എന്തായിരിക്കും ചോദിക്കുക? കർത്താവേ, എനിക്ക് ഇന്ന കാര്യമില്ല, അത് തരണമെന്നായിരിക്കും ചോദിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആദ്യം വീണു കരയാൻ തുടങ്ങും. അപ്പാ, അയ്യോ, ഈ ദൈവത്തിന്റെ മേൽ ആർത്തിക്കും, ഈ യേശുവിന്റെ മേൽ ആർത്തിക്കും, അയ്യോ ഞാൻ പാപിയാണ്, ഇതേ വരൂ. വേറെ ഒന്നും യേശുവിനോട് ചോദിക്കാൻ പറ്റത്തില്ല. യേശുവിനെ കണ്ട വിശുദ്ധനാണ്, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനുമാകുന്നവൻ ആരോട് ചെയ്യുന്നത്? വെളിപ്പാട് 3:7 കിടക്കുന്നു. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ ഉള്ളവനുമായ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ട ആർക്കും മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. അവർ അലറിക്കരയും. ഇവിടെ ഇതാ ഈ 5 പേരും അലറിക്കരഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ട എത്ര ഇതിനകത്തിരിപ്പുണ്ട്? ഇതുപോലൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ട വർഷങ്ങൾ കൊണ്ട് പള്ളിയിൽ പോകുന്നവരായിരിക്കും ഇരിക്കുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ രക്ഷിക്കപ്പെട്ട ആളാണോ? ഇങ്ങനെ ഒരു സാഹചര്യം താങ്കൾക്ക് വന്നിട്ടുണ്ടോ? ചിലപ്പോൾ പ്രസംഗം കേട്ടോണ്ടിരുന്നപ്പോഴായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോഴായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ പള്ളിക്കകത്തിരുന്നപ്പോഴായിരിക്കാം. ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി ഉറങ്ങും മുൻപ് ഇങ്ങനെ ഒരു അവസ്ഥ വരണം. ഓ ജീസസ്, ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടേ തീരൂ. രക്ഷിക്കപ്പെടാതെ ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ടേ തീരൂ. അണഞ്ഞ ദീപം കത്തിയേ തീരൂ. അതിന് യേശുവിന്റെ അകത്ത് വരണം. ഇന്ന് രാത്രി ആർക്കൊക്കെ ആഗ്രഹമുണ്ട്, യേശുവേ എന്റെ ഹൃദയത്തിനകത്ത് വരണമേ? നോക്കിക്കേ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ രക്ഷിക്കപ്പെട്ടേ തീരൂ, മാനസാന്തരപ്പെട്ടേ തീരൂ. പാപത്തെ ഏറ്റെറിഞ്ഞ് ഉപേക്ഷിക്കാത്ത ഒരു വ്യക്തിക്കും യേശുവിന്റെ വരവിൽ എടുക്കപ്പെടാൻ പറ്റത്തില്ല. വേദപുസ്തകം 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 12 മുതൽ വായിക്കുമ്പോൾ അങ്ങോട്ട് 14 മുതൽ വരെ വായിച്ചേ. 12 മുതൽ 14 വരെ വായിച്ചേ. എല്ലാവരും വേദപുസ്തകം തുറന്നേ. 2 പത്രോസിന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം 12, 13, 14 വാക്യം വായിച്ചേ. നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം, എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അടുത്തവരി അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ യേശു വരുമ്പോൾ എങ്ങനെയുള്ളവരായിരിക്കണം? കറയും കളങ്കവും ഇല്ലാത്തവരായിരുന്നാലേ കർത്താവിന്റെ കൂടെ പോകാൻ പറ്റൂ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു. വെളിപ്പാട് പുസ്തകം അതിന്റെ 19-ാം അധ്യായം 7-ാം വാക്യം വായിച്ചേ. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്ന കാന്തയ്ക്ക് മാത്രമേ ആരോടെ പോകാൻ പറ്റൂ? യേശുവിന്റെ കൂടെ. എങ്ങനെ ഒരുങ്ങണം? വചനത്താൽ ഒരുങ്ങണം. രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം, സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ വചനത്തിൽ കർത്തൃമേശ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് അപ്പം നുറുക്കുകൾ പങ്കെടുത്ത് അപ്പനോട് കൂടെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന പൈതലിന് മാത്രമേ ആ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ പറ്റത്തുള്ളൂ. കർത്താവിന്റെ അകത്തുണ്ടെന്ന് എങ്ങനെ അറിയാം? പ്രസംഗത്തിലൂടെ അല്ല അറിയുന്നത്. പ്രസംഗിച്ചെന്നോ ഞാൻ പ്രസംഗിക്കുന്ന എല്ലാവരുടെ അകത്ത് യേശുണ്ടോ? പാടുന്ന എല്ലാവരുടെ അകത്ത് യേശുണ്ടോ? പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ അകത്ത് യേശുണ്ടോ? യേശുണ്ടോ എന്ന് യഥാർത്ഥത്തിൽ എങ്ങനെ അറിയാം? സ്വഭാവത്തിലറിയാം. മുന്തിരി നട്ടാൽ ചക്ക കായ്ക്കുമോ? യേശുവിൻ്റെ അകത്ത് വന്നെന്ന് എങ്ങനെ അറിയാം? മുന്തിരി ആണെങ്കിൽ മുന്തിരി തന്നെ. എൻ്റെ അകത്ത് യേശു വന്നിട്ടുണ്ടെങ്കിൽ എന്നിലൂടെ വരുന്ന എല്ലാ സ്വഭാവം ഞാൻ പറയാം. ഞാൻ ഒരു കാര്യം എന്നും പറയുന്നതാണ്, യേശു വന്നിട്ടുണ്ടെങ്കിൽ തലമുടി നാരിഴ മുതൽ നട്ടിനകം വരെ മാറ്റം വരും. കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, പക, ഭിന്നത എല്ലാം പോകും. യേശു വരുമ്പോഴാണ് വരുന്നത്. അല്ലെങ്കിൽ വാരിയടിയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. കോപത്തിന് ഒരു അറുതിയും കാണുന്നില്ല, കള്ളത്തരത്തിന് ഒരു അറുതിയും കാണത്തില്ല. സ്വഭാവം എന്ന് പറഞ്ഞാൽ പിടിച്ചാൽ കിട്ടാത്ത സ്തോത്രം. നമ്മൾ പറയുന്നത് തന്നെ നടക്കണം. വാശി എന്ന് പറഞ്ഞാൽ പിന്നെ പിടിവാശിയല്ല അങ്ങനത്തെ. പക്ഷെ കാരണം എന്താ? യേശു വന്നിട്ടില്ല. യേശു വന്നാൽ യേശുവിന്റെ ജീവൻ നമ്മൾ ഓരോ സെക്കൻഡ് പുതുക്കി ആരെ പോലാക്കും? യേശുവിനെ പോലെ. യേശുവിനെ പോലെ വാക്കിലും, യേശുവിനെ പോലെ പ്രവൃത്തിയിലും, യേശുവിനെ പോലെ വാക്കിലും, യേശുവിനെ പോലെ പ്രവൃത്തിയിലും എന്നെയും ശക്തനാക്കി മാറ്റണേ. ഞാനേറ്റ ബലഹീനനാ, എന്നെയും ശക്തനാക്കി മാറ്റണേ. ഞാനേറ്റ ബലഹീനനാ. ഹല്ലേലൂയ. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ അവൻ വരുന്ന ദിവസം ആർക്ക് സഹിക്കാം? വായിച്ചേ. മലാഖി പറയുന്ന പുസ്തകം. എല്ലാവരും വേദപുസ്തകം തുറന്നു നോക്കിയേ. മലാഖി പറയുന്ന പുസ്തകം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ അവന്റെ വരവിൽ ആർക്ക് നിൽക്കാൻ പറ്റും? അവൻ വരുന്ന ദിവസം വായിച്ചേ.
എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? ആർക്ക് സഹിക്കാം? മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ആ നാളും നാഴികയും സംബന്ധിച്ചു. ആ നാളും നാഴിക എപ്പോ യേശു വരുമെന്ന് അറിയത്തില്ല. ഞാൻ പറയുന്നു, ഇന്ന് രാത്രി ഇതിനകത്ത് ഇവിടെ ഇരിക്കുമ്പോൾ യേശു വന്നാൽ എത്ര പേര് കർത്താവിന്റെ അടുത്ത് കയറി പോകും? ഹല്ലേലൂയ. എത്ര ഒരു ഒരുങ്ങിയിരിപ്പുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കല്യാണ വസ്ത്രം, പയ്യൻ കൊടുത്ത വസ്ത്രം ധരിച്ച് മിടുക്കിയായിട്ട് ആ കല്യാണ പന്തലിലേക്ക് കയറി നിൽക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവർക്ക് മാത്രമേ എവിടെ പോകാൻ പറ്റൂ? ഇപ്പൊ യേശു വന്നാൽ അങ്ങോട്ട് കയറി പോകാൻ പറ്റുമോ? എന്നാൽ സ്വത്രം ഒരുങ്ങാത്ത ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ അപ്പനോട് പറയണം, അപ്പ ഒരുങ്ങേണ്ടത് എന്നെ ഒരുക്കണമേ, അപ്പ ചെന്നിലൊന്ന് നിറയണമേ, എൻ്റെ കുറവുകളെ ഒന്ന് ക്ഷമിക്കണമേ, ആ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, എന്നെയും കൂടെ ഒന്ന് രക്ഷിക്കണമേ, അങ്ങേടതാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കകത്ത് യേശു ഇറങ്ങി അത്ഭുതം ചെയ്യും. വേദപുസ്തകം പറയുന്നത് വായിച്ചേ. ആ നാളും നാഴികയും സംബന്ധിച്ചോ? ആ നാളും നാഴികയെ സംബന്ധിച്ചോ? എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും. യേശു ഇതാ വരുന്നു അതാ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എപ്പോ വരുന്നു എന്നൊന്നും നമ്മൾ അറിയത്തില്ല. പക്ഷെ ഈ രാത്രി ചിലപ്പോൾ വന്നാൽ, ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എത്ര പേർ കയറി പോകും? ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ലൂക്കോസ് സുവിശേഷം അതിന്റെ 12-ാം അധ്യായം, എല്ലാവരും വേദപുസ്തകം തുറന്ന് ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ, നിങ്ങളുടെ അരകെട്ടി വായിച്ചേ, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി, കണ്ടോ, യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന്, യേശു എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് തുല്യരായിരിക്കണം. ഒരു വീട്ടിൽ കാത്തിരിക്കും പോലെ യേശുവിനായി കാത്തിരിക്കണം. അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ എന്റെ യേശുവിന്റെ വരവിൽ കയറി പോകാൻ പറ്റുള്ളൂ. വായിച്ചേ. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി. അർത്ഥം എന്താണ്? രാത്രി ഉറങ്ങലെന്നാണോ? ഞാൻ ഒരിക്കൽ ഒന്നുകൂടെ വായിച്ച വരി. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരെ കാണുന്ന ദാസന്മാർ ഭാഗ്യവാൻ. രാത്രി ഉറങ്ങലെന്നാണോ എന്റെ അർത്ഥം? പാപത്തിൽ ഉറങ്ങരുത്. ഹല്ലേലൂയ. രാത്രി ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം ആകുമ്പോൾ സംഭവം പോകും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവ് പറഞ്ഞത്, പാപത്തെ ജയിച്ച് ഓരോ ദിവസവും ആത്മാവിൽ നിറഞ്ഞ് ക്രിസ്തു യേശുവിന്റെ ജീവൻ പ്രാപിച്ച്, ക്രിസ്തു യേശുവിന്റെ ശബ്ദം കേട്ട്, കർത്താവിന്റെ കണ്ണുകളായി, കർത്താവിന്റെ കാതുകളായി, കർത്താവിന്റെ കൈയായി, കർത്താവിന്റെ ഹൃദയമായി, കർത്താവിന്റെ ശബ്ദമായി, കർത്താവിന്റെ നടപ്പ് നമ്മുടെ ജീവിതത്തിൽ വന്ന് യേശു പ്രാർത്ഥിച്ച് യേശുവിന്റെ ജീവനിൽ ഓരോ സെക്കൻഡ് വളരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വായിച്ചേ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിൽ ഇരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. കാത്തിരിക്കുന്നവരാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് രാത്രി യേശു വന്നാൽ ഞാൻ കയറി പോകും. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, 8:22 ഇപ്പോൾ 8:22 ഈ സമയത്ത് യേശു വന്നാൽ കയറി പോകുന്ന ഉറപ്പുള്ള എത്ര പേര് ഈ ഗ്രൗണ്ടിലുണ്ട്? എന്റെ ഈ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഇന്ന് രാത്രി യേശു ഇറങ്ങി വന്നാൽ താങ്കൾ കയറി പോകുമോ? 1 തെസ്സലോനിക്കർക്ക് ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 16-17 വാക്യം വായിക്കുമ്പോൾ, എല്ലാവരും വേദപുസ്തകം തുറന്ന് കർത്താവിന്റെ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഒന്നാമത് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും. ഇന്ന് രാത്രി ഈ നിമിഷം വന്നാൽ എത്ര പേർ സ്വർഗത്തിൽ കാണും? ഇന്ന് രാത്രി ഈ സമയമാണ്. യേശു മധ്യാകാശം വന്നാൽ എത്ര പേർ യേശുവിനോട് കൂടെ കയറി പോകും? താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? താങ്കൾ പഠിക്കുന്ന പരീക്ഷയ്ക്ക് ഒരുങ്ങി കാണും. വരുന്ന ദിവസം പരീക്ഷയല്ലയോ? ഒരുങ്ങുന്നതായിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, യേശു വന്നാൽ കയറിപ്പോകാൻ ഒരുങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇന്ന് ഞാൻ പറയട്ടെ, ഈ 8:22 യേശു വന്നാൽ എത്ര പേർ കയറി പോകും? ഞാൻ പറയട്ടെ, യേശുവിന്റെ വരവുകളെ കുറിച്ച് പഠിക്കുമ്പോൾ 3 രീതിയിൽ വരെയണം. ഒന്ന്, യേശു വരേണ്ടത് മനുഷ്യനായിട്ടാണ്. ഞാൻ ഇന്നലെ പ്രസംഗിച്ചു, യേശു ക്രിസ്തു മനുഷ്യനായിട്ട് വന്നു. ആമേൻ. എബ്രായർക്ക് ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, എന്തുകൊണ്ടാണ് യേശു മനുഷ്യനായിട്ട് വന്നത്? ശ്രദ്ധിച്ചു കേൾക്കണമേ, അങ്ങോട്ടുള്ള ഭാഗം ശ്രദ്ധിച്ചു കേൾക്കണമേ. ഞാൻ ഒരുപാട് ഷോർട്ടാക്കി പോവുകയാണ്, കാരണം എനിക്ക് ഈ വചനം പറഞ്ഞു തരും. യേശുവിന്റെ വരവ് ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. യേശു വരാൻ സമയമായി. കർത്താവിന്റെ വരവുകളെ കുറിച്ച് പഠിക്കുമ്പോൾ 3 രീതിയിൽ യേശു വരേണം. ഒന്നാമത് മനുഷ്യനായി വരേണം, രണ്ടാമത് മണവാളനായി വരേണം, മൂന്നാമത് രാജാവായി യേശു വരേണം. എന്നാൽ മനുഷ്യനായി യേശു വന്നു കഴിഞ്ഞു, മരിച്ചു, യേശു കയറിപ്പോയി. എന്തുകൊണ്ടാണ് യേശു മനുഷ്യനായി
മനുഷ്യനായി വന്നത്. വായിച്ചേ സ്വത്രം 2:14 എബ്രായർക്ക് എഴുതിയ ലേഖനം 2:14 വായിച്ചേ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് മക്കൾ ഞാനും നിങ്ങളും ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. അടുത്ത ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെ വിടുവിച്ചു. ദൂതന്മാരെ മതി വിടുവിച്ചു. അതിനാണ് യേശു ക്രിസ്തു മനുഷ്യനായി ഇറങ്ങി വന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞു യേശു ആരെന്ന്, എന്തിനു വന്നു, എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് വിശദീകരണം ഇന്നലെ വന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. സ്വത്രം മറിയ എന്ന ഒരു സഹോദരി, വിവാഹ നിശ്ചയപ്പെട്ട സഹോദരി ഇരിക്കുന്ന സ്ഥലത്ത് ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നീ ഗർഭിണിയാകാൻ പോകുന്നു, നീ ഒരു മകനെ പ്രസവിക്കാൻ പോകുന്നു, അവൻ പാപങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാനുള്ള മനുഷ്യനാണ് യേശു എന്ന് അവിടെ വിളിച്ചു പറഞ്ഞു. കന്യയെ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് യെശയ്യാവിൽ പ്രവചിച്ച പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറേണ്ട സമയമായപ്പോൾ സ്വർഗത്തിലെ ദൈവം അത് നിറവേറ്റാൻ മറിയ എന്ന സഹോദരിയെ കണ്ടു. 15 അല്ലെങ്കിൽ 16 വയസ്സ് ആ പെൺകുട്ടിക്ക്. ശ്രദ്ധിച്ചു നോക്കിയ 15 അല്ലെങ്കിൽ 16 വയസ്സ് ആ പെൺകുട്ടി അടുക്കൽ ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞു, അല്ലേ നിനക്ക് കൃപ ലഭിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി കൃപ ലഭിച്ചിരിക്കുന്നു? യേശു ക്രിസ്തു നീ ഗർഭിണിയാകാൻ പോകുന്നു. അവൾ ചോദിച്ചു, ഒരു പുരുഷൻ അറിയാതെ ഞാൻ എങ്ങനെ ഗർഭിണിയാകും? അപ്പോ സ്വത്രം ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും. ആമേൻ. ഇതെല്ലാം കേട്ടു. അവസാനം ലൂക്കോസ് 1:37 പറയുന്നു, ആമേൻ, ദൈവത്തിനെല്ലാം സാധ്യം. 38 പറയുന്നു, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. ആമേൻ. അങ്ങനെ മറിയ ആ ദൂതേറ്റെടുത്തു. സ്വത്രം സ്വർഗത്തിൽ നിന്ന് ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം 7-ാം വചനം മുതൽ വായിക്കുമ്പോൾ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ചു. അർത്ഥം, ദൈവമായിരുന്നവൻ ദൈവത്തിന്റെ കോട്ട അവിടെ അഴിച്ചു വെച്ചിട്ട് ആ ദൈവം സ്വത്രം ചുരുങ്ങി പരിശുദ്ധാത്മാവായി എവിടെ വന്നു? ഇപ്പോ പരിശുദ്ധാത്മാവ് എവിടെ വന്നു? മറിയയുടെ ഉദരത്തിനകത്ത് വന്നു. എങ്ങനെ വന്നു? പരിശുദ്ധാത്മാവായി മറിയയുടെ ഉദരത്തിനകത്ത് വന്നു. അപ്പോൾ യേശു ജനിച്ചത് കല്യാണം കഴിഞ്ഞിട്ട് കുടുംബജീവിതത്തിലൂടെ അല്ല ജനിച്ചത്. ഞാൻ പറയാം, സ്വർഗത്തിൽ അമ്മയില്ലാതെ ജനിച്ച ഒരാളെ ഉള്ളൂ. അതാരാ? യേശു. ഭൂമിയിൽ അപ്പനില്ലാതെ ജനിച്ച ഒരാളെ ഉള്ളൂ. അത് യേശു ക്രിസ്തു. മത്തായി സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എല്ലാവരുടെ അപ്പന്റെ പേര് എഴുതിയിട്ട് അവസാന വാക്യത്തിൽ മറിയയുടെ മകനാകുന്ന യോസേഫ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. അതാ പാപത്തിൽ ജനിച്ചതല്ല, യേശു പരിശുദ്ധാത്മാവിൽ ജനിച്ചു. ഹല്ലേലൂയ. വഴിയമ്പലത്തിൽ സ്ഥലം പോരായാൽ പശുത്തൊട്ടിൽ കൊണ്ടു കിടത്തി. യേശു ക്രിസ്തു 30 വയസ്സ് വരെ മാതാപിതാക്കൾ കീഴടങ്ങിയിരുന്നു. 30-ാം വയസ്സിൽ യേശു യോർദാൻ നദിയിൽ പോയി യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്ഥാനമേറ്റു. സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ യേശുവിന്റെ മേൽ വന്നു. യേശു ക്രിസ്തു ആത്മാവ് നിറഞ്ഞു മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു. 40 രാവും 40 പകലും മരുഭൂമിയിൽ ഒരു മല്ലു യുദ്ധം നടന്നു. പിശാചും യേശുവുമായി 40 രാവും പകലും കർത്താവ് ഒന്നും കഴിച്ചില്ല. സ്വത്രം പിശാച് അടുത്ത് വന്നു. പരീക്ഷ തികച്ചു. യേശു ക്രിസ്തു അത് എഴുതിയിരിക്കുന്നു. ലൂക്കോസ് 4 നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അതിനകത്ത് എഴുതിയിരിക്കുന്നു, ക്രിസ്തു യേശു പരീക്ഷ തികച്ചു. പിശാചും നാണം കെട്ട് തിരിച്ചുപോയി. സ്വത്രം യേശു ക്രിസ്തു ശുശ്രൂഷ ആരംഭിച്ചു. 3.5 വർഷം യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, ബന്ധനങ്ങളെ അടിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, കുട്ടരെ ശുദ്ധമാക്കി. 5 അപ്പം 2 മീനും കൊണ്ട് 5000 പേര്, ഹല്ലേലൂയ, 5000 പേരെ പോഷിപ്പിച്ചു. സകല അത്ഭുതങ്ങളും അതിശയങ്ങളും വീര്യപ്രവൃത്തി യേശു ചെയ്തു. 33.5 വയസ്സിൽ പാപം ചെയ്യാത്ത യേശു, പാപത്തിൽ ജീവിക്കാത്ത യേശുവിന്, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി യേശു പാപമായി. റോമർക്ക് ലേഖനം 5-ാം അധ്യായം 6-7 വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു. വായിച്ചേ, റോമർക്ക് ലേഖനം 5-ാം അധ്യായം 6-7 വാക്യം. നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ, ഞാനും നിങ്ങളും പാപികളായിരിക്കുമ്പോൾ, ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അബദ്ധർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണവാന് വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും ക്രിസ്തുവോ പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ. എപ്പോഴാ മരിച്ചേ? സഹോദര സഹോദരിയുടെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നിന്റെ പാപത്തിന് വേണ്ടി നീ പാപിയായിരിക്കുമ്പോൾ തന്നെ യേശു മരിച്ചു. എന്തിനു വേണ്ടി? പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാൻ യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാൻ യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000-അതിശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, യേശു പഠിക്കേ, 10,000-അതിശ്രേഷ്ഠനവൻ. പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാൻ യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. പാപിയായിരുന്ന
10,000-ത്തിലതിശ്രേഷ്ഠനവൻ. ഓ യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000-ത്തിലതിശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്ന് സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുവൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുവൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുവൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്ന് വാഴ്ത്തുവൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഹല്ലേലൂയ. യേശുവിന്റെ വരവേള ധനിക്കുമ്പോൾ ഒന്നാമത് യേശു മനുഷ്യനായി വരണം. യേശു മനുഷ്യനായി വന്നു, ആത്മാവിൽ ചുരുങ്ങി മറിയുടെ ഉദരത്തിനകത്ത് ജനിച്ചു. പിന്നെ ഇതാ വളർന്നു, സ്തോത്രം, സ്നാനപ്പെട്ടു, ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ ആ നിമിഷം അടുക്കുമ്പോൾ ഇതാ പാപം ചെയ്യാത്ത യേശുവിനെ ഗെത്സമന തോട്ടത്തിൽ നിന്ന് ആമേൻ യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുന്നു. കണ്ണീരോടെ പ്രാർത്ഥിച്ചു യേശു ക്രിസ്തു. എന്നാൽ യേശുവിനെ ഗെത്സമന തോട്ടത്തിൽ നിന്ന് ആമേൻ റോമൻ പടയാളികൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. വീട് വരുന്നിട്ട് ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, യേശു ക്രിസ്തു ഗോൽഗോഥ വരെയും വീട് വരുന്നിട്ടു. ആമേൻ. അവൻ തകർന്നു, മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു, മനുഷ്യനായി ജീവിച്ചു. ദൈവം തന്നെ മനുഷ്യനായി ജീവിച്ചു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ഒന്നും ഇവിടെ എടുത്തില്ല. പക്ഷേ ആ മനുഷ്യനായി ഈ ഭൂമിയിൽ നമ്മെ നേടാൻ മനുഷ്യനായി ഇറങ്ങി വന്നു, മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുമ്പോൾ സ്തോത്രം 15:55 അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, ആ കർത്താവ്, ഹേ മരണം എന്നതിന്റെ ജയം എവിടെ, ഹേ മരണം എന്നതിന്റെ വിഷമുള്ള എവിടെ, മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് യേശു ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആമേൻ. ഉയർത്തെഴുന്നേറ്റ് യേശു ശിഷ്യന്മാരോട് കൂടെ അല്ലെങ്കിൽ 40 ദിവസം, ശ്രദ്ധിച്ചു കേൾക്കണമേ, 40 ദിവസം ഈ ഭൂമിയിൽ ജീവിച്ചു. അവിടെ എവിടെ പ്രത്യക്ഷപ്പെട്ടു, അവിടെ എവിടെ ഇറങ്ങി, വീട്ടിനകത്തിറങ്ങി. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? വീട്ടിനകത്തിറങ്ങി യേശു സ്വത്രം ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ശിഷ്യന്മാരോട് കൂടെ നടന്നു. 40-ാമത്തെ ദിവസം യേശു ക്രിസ്തു ശിഷ്യന്മാരുമായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ യേശു ക്രിസ്തു ഒലിവുമലയിലേക്ക് പോയി. ഒലിവുമലയിൽ നിന്നുകൊണ്ട് യേശു ശിഷ്യന്മാരോട് പറയും, ഹല്ലേലൂയ, മക്കളെ, ഞാൻ പോയി ആത്മാവിനെ തരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. യേശു ക്രിസ്തു ശിഷ്യന്മാരും കൂടെ ഒലിവുമലയിലേക്ക് പോയി. യേശു ഒലിവുമലയിൽ കയറി നിൽക്കുമ്പോൾ ഇതാ മുകളിൽ നിന്ന് ദൂതന്മാർ നോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ ശിഷ്യന്മാർ നോയിക്കൊണ്ട് നിൽക്കുമ്പോൾ യേശു പതിയെ യേശുവിന്റെ പാദ ഒലിവുമലയിൽ നിന്ന് ഉയർന്ന് ഹല്ലേലൂയ ആകാശ മണ്ഡലങ്ങളിലേക്ക് പോകുന്നത് ഈ ശിഷ്യന്മാർ കണ്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, ഗലീലിയ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു നിങ്ങൾ പോകുന്നതായി കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ മനുഷ്യനായിട്ട് വന്നു, യേശു സ്വർഗത്തിൽ പോയി, ഇനി വീണ്ടും വരുമെന്ന് പറഞ്ഞ് പോയത് ഒരാളേ ഉള്ളൂ. ഇന്ന് ഇവിടെ വിട്ട് പോയിട്ടുള്ള ആരും ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞ് പോയ ആരുമില്ല. പക്ഷെ പറഞ്ഞിട്ട് പോയത് ഒരാളെ ഉള്ളൂ. യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു വരാറായി. അപ്പൊ മനുഷ്യനായിട്ട് വന്നു, മരിച്ചു, അടക്കപ്പെട്ടു. മരണത്തിനെ പിടിച്ചടക്കുന്നത് അസാധ്യമായിരുന്നു. കല്ലറകളെ പൊട്ടിച്ചു, പുറത്തു വന്നു. 40 ദിവസം ശിഷ്യന്മാരോടൊപ്പം ഉണ്ടായിരുന്നു. 40-ാം ദിവസം ആളിന് ഒലിവുമലയിൽ നിന്ന് എവിടെ നിന്ന് പോയി? ഒലിവുമലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഹല്ലേലൂയ. സ്തോത്രം, ദൈവത്തിന് മഹത്വം. യേശു ക്രിസ്തു സ്വർഗത്തിൽ പോകുമ്പോഴേ പറഞ്ഞു, ഞാൻ വീണ്ടും വരും. സ്തോത്രം. അന്ന് വന്നത് യേശു മനുഷ്യനായിട്ടാണ്. ഇനി യേശു വരുന്നത് എന്തിനു വേണ്ടിയാണ്? എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ 28-ാം വാക്യം വായിച്ചേ. അങ്ങനെ ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനായി. യേശു ക്രിസ്തു പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാ. കണ്ടോ? ആർക്ക് വേണ്ടിയാണ് ഇനി യേശു വരുന്നത്? ഒന്നുകൂടെ വായിച്ചേ. ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ യേശു പാപം കൂടാതെ രണ്ടാമത് വരാറായി. ഹല്ലേലൂയ. പാപമില്ലാതെ കാത്തിരിക്കുന്ന ദൈവ മക്കൾക്ക് വേണ്ടിയാണ് ഇനി വരുന്നത്. ആദ്യം വന്നത് എന്തിനു വേണ്ടിയാണ്? പാപിയായ എന്നെ നിങ്ങൾ രക്ഷിക്കാനാണ് ആദ്യം യേശു വന്നത്. ഇനി എന്റെ യേശു വരുന്നത് പാപിയെ രക്ഷിക്കാനല്ല, പിന്നെ പാപം വിട്ടു തിരിഞ്ഞ് കർത്താവിനെ ധരിച്ച് വചനപ്രകാരം ജീവിക്കുന്ന കർത്താവിന്റെ മക്കളെ കൊണ്ടുപോകാനാണ് യേശു വരുന്നത്. ഇന്ന് രാത്രി സ്നേഹിത, യേശു വരാറായി. താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവിന്റെ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും
ഉയർക്കുകയും ക്രിസ്തുവിൽ മരിച്ചവർ ഒന്നാമത് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇന്ന് രാത്രി ഈ സമയം യേശു വന്നാൽ നമ്മൾ എങ്ങനെ എപ്പോ ആരൊക്കെ കയറിപ്പോകും? ഒന്ന് മനുഷ്യനായി വന്നു കഴിഞ്ഞു. ഇനി യേശു വരേണ്ടത് മണവാളനായി. ആരായിട്ട് വരേണ്ടേ? മണവാളനായി. ഭൂമി വരത്തില്ല, മധ്യകാശ യേശു വരും. മധ്യകാശ ഇറങ്ങി നിൽക്കും. അല്ലെങ്കിൽ ഈ രാത്രി ഇപ്പോഴാണ് യേശുവിന്റെ വരവെങ്കിൽ നമ്മൾ ഇവിടെ ഇത്രയും പേര് ഇവിടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വത്രം സ്വർഗത്തിൽ ചില ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇതാ വിവാഹ സത്യം ഒരുങ്ങി, മണവാട്ടിക്ക് വേണ്ടിയുള്ള എല്ലാ സത്യങ്ങളും ഒരുങ്ങി. പിതാവിന്റെ അടുക്കൽ നിന്ന് പുത്രനാകുന്ന യേശു ക്രിസ്തു തന്റെ കരവും ശരീരവും കാണിച്ചിട്ട് പറയുകയാണ്, പിതാവേ ഇതാ ഞാൻ ഏറ്റ പാട് കണ്ടോ, ഞാൻ എൻ്റെ മക്കളെ രക്ഷിക്കാൻ ഇറങ്ങി ചെല്ലട്ടെയോ എന്ന് ചോദിക്കുന്ന പിതാവ് ദൂതന്മാർ കാഹളം മുഴക്കുവാൻ തക്ക പ്രാപ്തിയോടെ സ്വർഗത്തിൽ ഒരുങ്ങി നിൽക്കുന്നു. ഇന്ന് രാത്രി ഈ ദേശനിവാസികളോട് ഞാൻ ചോദിക്കട്ടെ, യേശു ഇന്ന് രാത്രി ഈ സമയം ഇറങ്ങി വന്നാൽ താങ്കൾ കയറിപ്പോകുമോ, തള്ളപ്പെടുമോ? യേശുവിന്റെ വരവ് എങ്ങനെയാണ്? ശ്രദ്ധിച്ചു കേട്ടെ. കർത്താവ് മധ്യാകാശ പിതാവ് പറയും, മോനെ നിന്റെ കുഞ്ഞുങ്ങളെ വിളിക്കാൻ നീ ഇറങ്ങി പൊയ്ക്കോ എന്ന് പറയുന്ന മാത്രയിൽ യേശു ക്രിസ്തു മധ്യാകാശ ഇറങ്ങി വന്നിട്ട് ഇപ്രകാരം വിളിച്ചു പറയും. എങ്ങനെ വിളിച്ചു പറയും? എനിക്ക് വേണ്ടി കാത്തിരുന്ന് മരിച്ച് അടക്കപ്പെട്ട എൻ്റെ വിശുദ്ധന്മാരെ ഇങ്ങ് വരുവീ. എങ്ങനെ? എനിക്ക് വേണ്ടി കാത്തിരുന്ന് മരിച്ച് അടക്കപ്പെട്ട എൻ്റെ വിശുദ്ധന്മാരെ ഇങ്ങ് വരുവീൻ എന്ന് യേശു ക്രിസ്തു വിളിക്കുമ്പോൾ മരിച്ച് കല്ലറയിൽ അടക്കം ചെയ്ത സകല വിശുദ്ധന്മാരും ആരെ എല്ലാരും എണീക്കത്തില്ല കല്ലറ പൊട്ടി. പിന്നെ ആരെ എണീക്കത്തുള്ളൂ? വിശുദ്ധന്മാരും മാത്രം. ഹല്ലേലൂയ. ഓ ദൈവത്തിന് സ്തോത്രം. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-3 വാക്യം വായിക്കുമ്പോഴും യോഹന്നാൻ 5, 25, 26, 27, 28 ആദ്യം വായിച്ചേ. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 25, 26, 27, 28 വായിച്ചേ. 5-ന്റെ 26, 27, 28 വായിച്ചേ. പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രൻ ആകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. ഇതിൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകൾ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട്, എല്ലാവരും അപ്പനായിട്ട് ജീവിച്ച എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ കണ്ടോ, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള രണ്ട് രീതിയിൽ കല്ലറ വിട്ട് കഴിയും. ആദ്യത്തെ രഹസ്യവരവിൽ വരുന്നത് യേശുവിന് വേണ്ടി കാത്തിരുന്ന് കർത്താവിനെ ധരിച്ചിട്ടും കാന്താ താമസം എന്താ? ഹോ കർത്താവേ, അങ്ങ് വരാൻ എന്താ താമസം? കർത്താവേ അപ്പാ എന്തേ, എപ്പോ വരും? യേശു എപ്പോ വരും? വിശുദ്ധിയോടെ പാപത്തെ ജയിച്ച് വചനത്തെ ധരിച്ച് ക്രിസ്തു യേശുവിനാൽ നിറഞ്ഞ് പാപത്തോട് വിട പറഞ്ഞ് ഓരോ സെക്കൻഡ് രക്തത്താൽ കഴുകൽപ്പെട്ട് ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു പൈതൽ ഓരോ സെക്കൻഡ് കാത്തിരിക്കുകയാണ്. യേശുവേ അങ്ങ് എപ്പോ വരും? കാത്തിരുന്നിട്ടും യേശുവിനെ കാണാതെ മരിച്ചടക്കപ്പെട്ട സകല വിശുദ്ധന്മാരുടെ കല്ലറയ്ക്കകത്തും യേശു ക്രിസ്തു മധ്യാകാശം വിളിക്കുമ്പോൾ ആ ശബ്ദം ഇറങ്ങിച്ചെല്ലും. മരിച്ചിട്ട് വർഷങ്ങളായി കാണും, ചിലപ്പോൾ ആ സമയം നഷ്ടപ്പെട്ട ആളായിരിക്കും. പക്ഷെ യേശുവിന്റെ വരവിൽ ഈ കല്ലറകളെ പൊട്ടിത്തുറന്ന് ചാടി എഴുന്നേറ്റ് മരിച്ചത് രോഗത്തോടിരിക്കുക, മരിച്ചത് ക്ഷീണത്തോടിരിക്കുക, മരിച്ചത് കാലില്ലാതായിരിക്കുക, മരിച്ചത് കണ്ണില്ലാതായിരിക്കുക, മരിച്ചത് അംഗവൈകല്യത്തോടിരിക്കുക. എന്നാൽ ആ കല്ലറ വിട്ട് എഴുന്നേറ്റ് വരുന്നത് ദൂതന്മാരെ പോലെ മറ്റൊരു ശരീരം പ്രാപിച്ച് മരിച്ചത് രോഗത്തോടിരിക്കുക, മരിച്ചത് ക്ഷീണത്തോടായിരിക്കുക. 1 യോഹന്നാൻ ലേഖനം അതിന്റെ 3-ാം അധ്യായം 2-3 വാക്യം വായിക്കുമ്പോൾ വേദ പുസ്തകം പറയുന്നു, വായിച്ചേ. നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകുകൊണ്ട്, യേശു എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. കർത്താവിനെ കാണുന്നവരെ പോലെ, ദൂതന്മാരെ പോലെ മറ്റൊരു ശരീരം പ്രാപിച്ച് രോഗത്തിന് പിടിക്കാൻ പറ്റാത്ത, ക്ഷീണത്തിന് പിടിക്കാൻ പറ്റാത്ത, ബുദ്ധിമുട്ടിന് പിടിക്കാൻ പറ്റാത്ത മറ്റൊരു ശരീരം പ്രാപിച്ച് ഇന്ന് രാത്രി സ്നേഹിത സഹോദര സഹോദരി, വിശുദ്ധന്മാരുടെ കല്ലറകളെല്ലാം പൊട്ടി തുറക്കും. റോഡിലാണെങ്കിൽ റോഡ് പൊട്ടി തുറക്കും, വീട്ടിന്റെ അടിയിലാണെങ്കിൽ വീട് പൊട്ടി തുറക്കും, ട്രെയിനിലെ പാളത്തിനകത്താണെങ്കിൽ പാളം പൊട്ടി തുറക്കും, വനത്തിനകത്താണെങ്കിൽ വനം പൊട്ടി തുറക്കും, കടലിനകത്താണ് വിശുദ്ധൻ കിടക്കുന്നതിൽ കടലിന്റെ പുറത്ത് വന്ന് നിൽക്കും. ഹല്ലേലൂയ. കല്ലറകൾക്കകത്താണെങ്കിൽ കല്ലറകൾ എത്ര ബലത്തോടെ ഉറപ്പിച്ച കല്ലറയായാലും അത് പൊട്ടി തുറന്ന് വിശുദ്ധൻ മറ്റൊരു ശരീരം പ്രാപിച്ചു ഭൂമിയുടെ 5 വൻകരകൾ വിശുദ്ധന്മാരെല്ലാം എഴുന്നേറ്റ് അവിടെ നിൽക്കും. കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ വിശുദ്ധന്മാരെല്ലാം കല്ലറകളെ വിട്ട് അവിടെ എഴുന്നേറ്റ് നിൽക്കും. അതിനുശേഷം ഹല്ലേലൂയ പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചോ. ഒന്നാമതാരായി എഴുന്നേൽക്കുന്നത് കർത്താവിന് വേണ്ടി കാത്തിരുന്ന് മരിച്ച് അടക്കപ്പെട്ട വിശുദ്ധന്മാരെല്ലാം എഴുന്നേറ്റ്
കർത്താവിന്റെ അടുക്കലേക്ക് കയറി പോകും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന ഞാനും നിങ്ങളും. ഇതിനകത്ത് ഈ സമയത്ത് യേശു വന്നാൽ ഈ കസേരയിരിക്കുന്ന എത്ര പേർ സ്വർഗത്തിൽ കാണും സഹോദരങ്ങളെ? ഈ കസേരയിരിക്കുന്ന എത്ര പേർ ഈ കസേര വിട്ട് മറ്റൊരു ശരീരം പ്രാപിച്ച്, യേശുവിന്റെ വരവ് ഈ സമയമാണെങ്കിൽ വിശുദ്ധന്മാർ കല്ലറകളെ പൊട്ടിത്തുറന്ന് മറ്റൊരു ശരീരം പ്രാപിച്ച് യേശുവിനെ എതിരേൽക്കാൻ മേഘങ്ങൾ എടുക്കപ്പെടും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നമ്മളിൽ ആരെല്ലാമാണോ യേശുവിൽ ജീവിച്ചത് അത്രയും പേരുടെ കസേര ഒഴിഞ്ഞു കിടക്കും. വീട്ടിനകത്ത് സ്വത്രം ഇരിക്കുന്ന മക്കൾ 5 പേര് ഒരുമിച്ചിരിക്കും. അതിൽ 2 പേർ വിശുദ്ധരാണെങ്കിൽ അവർ എടുക്കപ്പെടും. ട്രെയിനിനകത്ത് 500 പേർ യാത്ര ചെയ്യുകയാണ്. യേശുവിന്റെ വരവിൽ ട്രെയിൻ ഓടിക്കുന്ന ആൾ വിശുദ്ധനാണെങ്കിൽ അയാളും അതിനകത്തുള്ള വിശുദ്ധന്മാരും എടുക്കപ്പെടും. ട്രെയിൻ എങ്ങോട്ടെന്ന് അറിയത്തില്ല, ബസ് എങ്ങോട്ടെന്ന് അറിയത്തില്ല, ഫ്ലൈറ്റ് തകരും. അനേകായിരങ്ങൾ സ്തോത്രം യേശുവിന്റെ വരവിൽ എടുക്കപ്പെടും. ബാക്കിയെല്ലാം എങ്ങോട്ടെന്ന് അറിയത്തില്ല. ഈ മുഴു ലോകത്തിൽ ഒരു രക്തപ്പുഴ ഒഴുകും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? യേശുവിന്റെ വരവ് ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു. യേശുവിന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു. യേശുവിന്റെ സ്വത്രം മരണം ഒരു അത്ഭുതമായിരുന്നു. യേശുവിന്റെ ജീവിതം ഒരു അത്ഭുതമായിരുന്നു. യേശുവിന്റെ ഉയർപ്പ് ഒരു അത്ഭുതമായിരുന്നു. യേശുവിന്റെ സ്വർഗ്ഗാരോഹണം ഒരു അത്ഭുതമായിരുന്നു. യേശുവിന്റെ വരവ് ഒരു അത്ഭുതമാണ്. ഹല്ലേലൂയ. ഇനി നടക്കേണ്ടത് യേശുവിന്റെ വരവാണ്. യേശു വരുന്നത് മണവാളനായിട്ടാണ്. ആർക്ക് വേണ്ടി? മണവാളൻ തന്ന വചനത്തിലൂടെയുള്ള വസ്ത്രം ധരിച്ച് കാത്തിരിക്കുന്ന മണവാട്ടിയെ സ്വീകരിക്കാനാണ് മണവാളൻ വരുന്നത്. ഈ ഭൂമി മുഴു ലോകത്തിലും ഒരു രക്തപ്പുഴ ഒഴുകാൻ പോകുന്നു. വിശുദ്ധന്മാർ ഈ ഭൂമി വിട്ട് എടുക്കപ്പെടാൻ പോകുന്നു. ലോകം മുഴുവനുള്ള പത്രങ്ങളിൽ വരും. ഒരു വീട്ടിനകത്ത് 10 പേർ കിടന്നുറങ്ങി. രാത്രി യേശു ഉറക്കത്തിനകത്ത് യേശു വന്നു. അതിനകത്ത് 5 പേർ രക്ഷിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ മറ്റവർ എണീറ്റ് നോക്കിയപ്പോൾ ആമെ കാണാനില്ല. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, വയലിൻ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 29 മുതൽ വായിക്കുമ്പോൾ വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 29-ാം വാക്യം മുതൽ വായിച്ചേ. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും. ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും. നക്ഷത്രങ്ങൾ ആകാശത്ത് വീഴും. ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങൾ പ്രലാപിച്ചു കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നതും കാണും. തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. അത്തിയെ നോക്കി രൂപ പഠിപ്പി. അതിന്റെ കൊമ്പ് ഇളതായി ഇല തണുക്കുമ്പോൾ വേനൽ അടുത്തു നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്ക് തന്നെ ആയിരിക്കും എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇന്ന് ഈ കാണുന്ന സംഭവങ്ങളെല്ലാം കാണുമ്പോൾ സ്നേഹിത സഹോദര, പണ്ടത്തെ പോലെയാണോ ഇന്ന്? ഭവന തലങ്ങൾക്കകത്ത് സ്വസ്ഥതയില്ല. അപ്പന് മക്കളെ കണ്ട തിരിച്ചറിയത്തില്ല, മക്കൾക്ക് അപ്പനെ അമ്മയെ തിരിച്ചറിയത്തില്ല. ഇന്ന് കാലം മാറിപ്പോയി. ഇന്ന് രാത്രി യേശു നിന്റെ അകത്ത് വന്നാൽ, യേശുവിൽ ജീവിച്ചാൽ കുടുംബത്തിനകത്ത് മാറ്റം വരും. മാത്രമല്ല, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചില്ലെങ്കിൽ എന്റെ യേശുവിന്റെ വരവിൽ തള്ളപ്പെടും. ദൈവവചനം ധരിച്ചില്ലെങ്കിൽ, ക്രിസ്തു യേശുവിൽ ജീവിച്ചില്ലെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരു ഭയാനകമായ കാലഘട്ടം ഈ ഭൂമിയിൽ വരാൻ പോകുന്നു. ഒരു എതിർ ക്രിസ്തുവിന്റെ ഭരണം വരാൻ പോകുന്നു. യേശുവിന്റെ വരവിൽ താങ്കൾ എടുക്കപ്പെടുമോ? ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? പാപം വിട്ടു തിരിഞ്ഞിട്ടുണ്ടോ? യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടോ? യേശുവിന്റെ രക്തത്തിൽ കഴുകൽ പ്രാപിച്ചിട്ടുണ്ടോ? ഈ യേശുവിനെ താങ്കൾ കണ്ടിട്ടുണ്ടോ? ആ ദൈവവചന പ്രകാരമാണ് ജീവിക്കുന്നത്. ഇല്ല എങ്കിൽ ജീസസ് യേശുവിന്റെ വരവിൽ താങ്കൾ തള്ളപ്പെടും. ഹല്ലേലൂയ. വിശുദ്ധന്മാരെല്ലാം കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു എതിർ ക്രിസ്തുവിന്റെ ഭരണം ഇവിടെ എടുത്തിട്ട് താഴെ കൂടെ വായിച്ചേ. എന്റെ അടുത്ത താഴെ കൂടെ അടുത്ത വാക്യം. ഇതൊക്കെ സംഭവിക്കുള്ളൂ. ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും. എന്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകത്തില്ല. ആ നാളും നാഴിക സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ എത്ര പ്രാവശ്യം സുവിശേഷം എവിടെയെല്ലാം കേട്ടു സഹോദര. എത്രയോ കാലം കൊണ്ട് താങ്കൾ സുവിശേഷം കേൾക്കുന്നു. എത്രയോ ലഘുലേഖകൾ താങ്കളുടെ കരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എത്രയോ വേദപുസ്തക പ്രതികൾ താങ്കളുടെ കരങ്ങൾ കിട്ടിയിട്ടുണ്ട്. യേശു കർത്താവെന്ന് താങ്കൾ അറിഞ്ഞിട്ടും ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, താങ്കൾ വലിച്ചെറിഞ്ഞില്ലേ? ഇന്ന് രാത്രി യേശുവിനെ സ്വീകരിക്കാൻ താങ്കൾക്ക് മനസ്സുണ്ടോ? ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് നോഹയോട് ദൈവം പറഞ്ഞു, മോനെ, മനുഷ്യൻ പാപം നിറഞ്ഞിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അങ്ങോട്ട് വായിച്ചു പോകുമ്പോൾ ദൈവത്തിന് ഹിതമല്ലാത്ത പാപം മനുഷ്യൻ ചെയ്യാൻ തുടങ്ങി. ദൈവത്തിന്റെ ക്രോധം അവിടെ ഇറങ്ങി. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 13, 14, 15 വാക്യം വായിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം പറഞ്ഞു, മനുഷ്യന്റെ പാപം അതികഠിനമായി
ദൈവമായിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6:4-5 അങ്ങോട്ട് വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് സദാകാലവും മനുഷ്യൻ ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല. മനുഷ്യൻ ജഡം തന്നെയല്ലയോ, അവൻ ബോധിച്ച സ്ത്രീകളെ ഭാര്യമാരായിട്ട് എടുത്തു. ദൈവത്തിന്റെ കോപം ദേശത്ത് വെളിപ്പെട്ടു. സ്വർഗത്തിലെ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ആ തലമുറയിൽ നോഹ വിശുദ്ധനായിരുന്നു. നോഹ എടുക്കൽ ദൈവം ഉറങ്ങി വന്നു, നോഹേ, ബാക്കി എല്ലാവരും പാവം ചെയ്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, പക്ഷെ നീ ഒരു പെട്ടകം പണിയണം, നീ ഒരു പെട്ടകം പണിയണം. പെട്ടകം പണിതിട്ട് സ്വത്രം പെട്ടകത്തിനകത്ത് എല്ലാവരും കടക്കണം. ഈ രണ്ടായി കയറ്റണം. ശ്രദ്ധിക്കുന്നുണ്ടോ? പെട്ടകം പണിയാൻ പറഞ്ഞു, പെട്ടകം പണിയാൻ പറഞ്ഞു. പെട്ടകത്തിനകത്ത് ഈ രണ്ടായി കയറ്റാൻ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും കൊടുത്തു. പെട്ടകത്തിന്റെ പ്ലാനും അതിന്റെ അളവും എല്ലാം ദൈവം നോഹയെ ഏൽപ്പിച്ചു. നോഹ പെട്ടകം പണിയുമ്പോൾ പണിയാൻ ആൾക്കാരെ വിളിപ്പിച്ചു. ആമേൻ. നോഹ എല്ലാവരോടും പറഞ്ഞു, ഈ യേശു വരാറായി, ദൈവം വരാറായി, നീ ഈ പെട്ടകത്തിനകത്ത് കയറിക്കോ. ഈ വെള്ളം സ്വത്രം മുങ്ങി ചാകാറായി, മഴ പെയ്യാൻ തുടങ്ങുന്നു, വെള്ളപ്പൊക്കം വരാൻ തുടങ്ങുന്നു, നീ മുങ്ങി തകരാൻ പോകുന്നു. ഈ പെട്ടകത്തിനകത്ത് കയറിയ നീ രക്ഷ പ്രാപിക്കും. ഇന്ന് രാത്രി ഏക പെട്ടകം, യേശു എന്ന പെട്ടകം. ഇന്ന് രാത്രി യേശുവിൽ കൂടെ അല്ലാതെ ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ആമേൻ. നോഹ വിളിച്ചു പറഞ്ഞു. ജലപ്രളയം വന്നു. കീഴ് ദേശവരോട് പറഞ്ഞു സുവിശേഷം. സ്വത്രം പെട്ടകം ഉണ്ടാക്കിയവരോട് പറഞ്ഞു. ആ ദേശം മുഴുവൻ ഒരു പ്രാന്തനെ പോലെ വിളിച്ചു പറഞ്ഞു, ജലപ്രളയം വരാൻ പോകുന്നു, മഴ നിൽക്കാതെ പെയ്യാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. ഈ പെട്ടകത്തിനകത്ത് കയറിക്കോ. ഹല്ലേലൂയ. ഇതിനകത്ത് കയറിക്കോ. ഹല്ലേലൂയ. ഈ പെട്ടകത്തിനകത്ത് നീ കയറിയാൽ നീ രക്ഷപ്പെടും എന്ന് നോഹ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും തോന്നി നോഹ അപ്പച്ചൻ കളി പറയുന്നെന്ന് തോന്നി. എന്താ പറയുന്നത് തോന്നി? കളിയാക്കുന്നെന്ന് തോന്നി. കയറിയില്ല. ഞാൻ പറയട്ടെ, നോഹയും കുടുംബവും മാത്രം കയറി. നോഹയും കുടുംബവും 8 പേര് മാത്രം ആ പെട്ടകത്തിനകത്ത് കയറി, മറ്റാരും കയറിയില്ല. എന്നാൽ മഴ പെയ്യാൻ തുടങ്ങി, ജലപ്രളയം മുക്കി. നോഹയും കുടുംബവും അല്ലാതെ ബാക്കിയെല്ലാം വെള്ളത്തിനകത്ത് താണു. വെറും 8 പേർ നോഹയുടെ കാലത്ത്. ക്രിസ്തുവിന്റെ മക്കൾ 8 പേർ. ഇന്ന് രാത്രി ഈ 2024 ഈ ദേശത്തോട് ഞാൻ ചോദിക്കുന്നു, ഇന്ന് രാത്രി യേശുവിനെ കണ്ടുമുട്ടിയ എത്ര പേർ ഈ ദേശത്തിലുണ്ട്? ഇന്ന് രാത്രി യേശു എന്നാൽ താങ്കൾ കയറി പോകുമോ? സ്തോത്രം. ഹല്ലേലൂയ. അന്ന് എന്റെ കർത്താവ് പറഞ്ഞു, മോനെ, ജലപ്രളയം വരാൻ പോകുന്നു, നീ പെട്ടകത്തിനകത്ത് കടക്കത്തില്ല. എത്ര സുവിശേഷം പറഞ്ഞാലും കീറാത്ത ചില കീറാ മുട്ടികളെ കീറിക്കുന്ന ദിവസം, ഒരു ന്യായവിധി ദിവസം വരുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എത്ര വചനം കേട്ടിട്ട് ജീവിതത്തിന് ഒരു മാറ്റമില്ല. കർത്താവായ യേശുവിനെ സ്വീകരിച്ചിട്ടില്ല. ഇത് ഒരു ഗ്രൂപ്പിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ, സ്നേഹിത, ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഈ തിരുവചനത്തിലെ സത്യങ്ങൾക്ക് വള്ളിയോ പുള്ളിക്കോ മാറ്റമില്ല. ഇത് നടന്നേ തീരൂ. ഇത് വൈദ്യപ്പിഴപ്പല്ല, ഇത് വൈദ്യപ്പിഴപ്പിനെ കൊണ്ട് നടക്കുന്നതല്ല. ഞങ്ങളെ രക്ഷിച്ച ദൈവം നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയാനാണ് ഈ ദേശത്തിൽ ഇറങ്ങി വന്നത്. നരക തീക്കകത്ത് പോകേണ്ടിയിരുന്ന ഞങ്ങളെ കരുണാസമ്പന്നാകുന്ന ദൈവം രക്ഷിച്ച ആ രക്ഷയെ വിളിച്ചു പറയാനാണ്. ആ രക്ഷയുടെ പെട്ടകത്തിനകത്ത് ഈ ദേശത്തിലുള്ള ജനങ്ങളും ഓടിക്കയറാൻ വേണ്ടി പറയാനാണ് ഈ ദേശത്തിൽ കൺവെൻഷൻ. ഇന്ന് രാത്രി ഈ ദേശത്തോട് ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, നീ എല്ലാം സമ്പാദിച്ച് എല്ലാം നേടിക്കാണും, ഈ ലോകത്തിലുള്ള സകലം നിനക്ക് കാണും. യേശു നിന്റെ അകത്ത് വന്നിട്ടുണ്ടോ? ഇന്ന് എന്റെ യേശു വന്നാൽ താങ്കൾ തള്ളപ്പെടുമോ, കയറി പോകുമോ? ലോത്തിന്റെ കാലത്ത് ആ വേദപുസ്തകം വായിച്ചാൽ ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കും. കുറെ ആൾക്കാർ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ വചനം കേൾക്കുമ്പോൾ ഒരു കൂട്ടം പേർക്ക് തോന്നുന്നത് ആ സിസ്റ്ററിന് വേറെ ജോലിയില്ലാത്തതുകൊണ്ടാണ്. ജോലിയില്ലാത്തതുകൊണ്ടല്ല സ്നേഹിതരെ, ജോലിയില്ലാത്തതുകൊണ്ടല്ല. പിന്നെയോ, ഈ യേശുവിന് മാത്രമേ നമ്മെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഒറ്റ വ്യക്തി നഷ്ടപ്പെടല്. ഈ പാങ്ങോട്ടുകോളം ദേശത്തോട് ദൈവവചനം വിളിച്ചു പറയുന്നു, ലോത്തിന്റെ കാലത്ത് നഷ്ടപ്പെടുന്ന പോലെ നീ നഷ്ടപ്പെട്ടു പോകല്ലേ. ഹല്ലേലൂയ. സ്തോത്രം. 2 കൊരിന്ത്യർ 6:2. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ സമയം. കൃപയുടെ കമാടം അടയും മുൻപ് യേശുവിനെ കർത്താവ് രക്ഷകനായി സ്വീകരിച്ച് ഏത് ലോക തോൽവിയെയും സ്നേഹിക്കുന്ന യേശു ഇന്ന് രാത്രി ദേശത്ത് വന്നിട്ടുണ്ട്. നോക്കി, നോഹയുടെ കാലത്ത് ദൈവം പറഞ്ഞു, പലരും കേട്ടില്ല. സുവിശേഷം വിളിച്ചു പറഞ്ഞു, പെട്ടകത്തിനകത്ത് കടക്കാൻ പറഞ്ഞു, ആരും കയറിയില്ല. 8 പേരും ബാക്കി മൃഗങ്ങളും മാത്രം കയറി. അങ്ങോട്ട് വീണ്ടും പോകുമ്പോൾ 19-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ലോത്തിന്റെ കാലം വന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? ലോത്തിന്റെ കാലം വന്നു. ലോത്തിന്റെ കാലം വന്നു. ലോത്ത് തിരഞ്ഞെടുത്ത പട്ടണമാണ് സോദോം ഗൊമോറ പട്ടണം. സോദോം ഗൊമോറ പട്ടണം നീരോട്ടമുള്ള പട്ടണം എന്ന് കണ്ടിട്ട് ലോത്തും അബ്രഹാമും പോവുകയാണ്. സ്തോത്രം. എന്നാൽ ആമേൻ, ലോത്ത് തിരഞ്ഞെടുത്ത പട്ടണമാണ് ഹല്ലേലൂയ സോദോം ഗൊമോറ പട്ടണം. ആ സോദോം ഗൊമോറ പട്ടണം
ആ സ്വത്രം തകരാൻ സമയമായി. പാപം ദേശത്ത് നിറഞ്ഞു, പാപം പെരുകി. പാപം പെരുകുമ്പോൾ സ്വത്ര ഉൽപ്പത്തി പുസ്തകം അതിന്റെ 19-ാം അധ്യായം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു 19-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ 12 മുതൽ വായിച്ചേ. ആ പുരുഷന്മാർ ലോത്തിനോട്, ഇവിടെ നിനക്ക് മറ്റു വല്ലവരും ഉണ്ടോ? മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ? 3 ദൂതന്മാർ അവിടെ ഇറങ്ങി അബ്രഹാമിന്റെ അടുക്കൽ. ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഞാൻ നോട്ടീസ് പറഞ്ഞ കറക്റ്റ് സമയത്ത് നമുക്ക് ആരാധന നടത്തും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ദയവായി ശ്രദ്ധിക്കുക. ഈ ദേശത്തിന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, നിന്റെ അടുക്കൽ ഒരു നിൽപ്പുണ്ട്. നീ അറിയാത്ത ഒരുവൻ, ബന്ധനങ്ങളെ ഉടച്ച ഒരുവൻ, രോഗിയെ സൗഖ്യമാക്കിയ ഒരുവൻ, ഭൂതങ്ങളെ അഴിച്ച ഒരുവൻ. ഓ സഹോദര സഹോദരി, നീ ഇരിക്കുന്ന സ്ഥലത്ത്, നിന്റെ ഭവനത്തിനകത്ത്, ആ റോഡിൽ നിൽക്കുമ്പോൾ നിന്റെ അടുക്കൽ ഒരുവൻ നിൽക്കുന്നുണ്ട്. നിനക്കറിയത്തില്ല, യേശു ക്രിസ്തു നിന്റെ അടുക്കൽ നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. നോയിക്കേ, സ്വത്രം. അബ്രഹാം കൂടാരവാതിക്കൽ ഇരിക്കുമ്പോൾ 3 പേർ ഇറങ്ങി വന്നു. 3 പേരിൽ ഒരാൾ ദൈവം, 2 ദൂതന്മാർ. എത്ര പേര് വന്നു? 3 പേർ വന്നു. ഒരാള് ദൈവം, 2 ദൂതന്മാർ. 3 പേരും കൂടെ കൂടാരവാതിക്കൽ വന്നു. അബ്രഹാം സ്വീകരിച്ചു, പാദം വരെ കുനിഞ്ഞു. ഹല്ലേലൂയ. അവർക്ക് ആഹാരം കൊണ്ടുകൊടുത്തു. ആഹാരം കൊടുത്ത് അബ്രഹാം ദൈവം തമ്മിൽ സംസാരിച്ചു. ലോത്തിന്റെ ഭവനത്തിലേക്ക്, ലോത്തിന്റെ സോദോം ഗൊമോറ പട്ടണത്തിലേക്ക് സ്വത്രം ഇതാ 2 ദൂതന്മാരെ ദൈവം പറഞ്ഞയച്ചു. ലോത്തിനോട് പറയാൻ 2 പേരെ പറഞ്ഞയച്ചു. സ്വത്രം ലോത്തിന്റെ വീട്ടിൽ പോയി പറയാൻ പറഞ്ഞു. അബ്രഹാമിന്റെ കൂടെ വന്ന ആളാണ് ആര്? ലോത്ത് താമസിക്കുന്ന സോദോം ഗൊമോറയിലാണ്. സോദോം ഗൊമോറ പട്ടണം തകർക്കാൻ സ്വന്തം ദൈവം നിശ്ചയിക്കുമ്പോൾ, കാരണം എന്താ? എത്ര സുവിശേഷം കേട്ടിട്ടും, എത്ര വചനം കേട്ടിട്ടും പട്ടണം ദൈവത്തെ അറിയത്തില്ല. അതുകൊണ്ടാണ് യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ, കേട്ടനുസരിച്ചാൽ നിനക്ക് നന്മ വരും, മറുത്തു മത്സരിച്ചാലോ വാളിന് ഇരയായിത്തീരും. കേട്ടോ, തിരുവചനം കേട്ട് അനുസരിച്ചാൽ ആ വ്യക്തിക്ക് നന്മ വരും. ഇല്ല, കേട്ട് മറുത്തു മത്സരിച്ചാൽ വാളിന് ഇരയായിത്തീരും. ദൈവം പലതവണ സോദോം ഗൊമോറ പട്ടണത്തിൽ താക്കീത് കൊടുത്തു. അവിടെ പാപം നിറഞ്ഞു. ബോധിച്ചതുപോലെ ജനം നടക്കാൻ തുടങ്ങി. ദൈവഹിതമല്ലാത്ത സകല പാപവും സോദോം ഗൊമോറ പട്ടണത്തിൽ നിറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ കോപം സോദോമിൽ നിറഞ്ഞു ഇറങ്ങി. സ്വത്ര അബ്രഹാമിനോട് എന്ന് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ സോദോം ഗൊമോറ പട്ടണം നശിപ്പിക്കാൻ പോകുകയാണ്. അബ്രഹാം മുട്ടുമടക്കി പ്രാർത്ഥിച്ചു, ദൈവമേ നശിപ്പിക്കല്ലേ. ഓ, നീതിമാന്മാരുടെ എണ്ണം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവസാനം 10 നീതിമാന്മാർ സോദോം ഗൊമോറ പട്ടണത്തിനകത്ത് ഇല്ലാത്തത് കൊണ്ട് അത് തകർക്കാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ലോത്തിന്റെ വീട്ടിൽ ദൂതന്മാർ കടക്കുമ്പോൾ ആ ദേശത്തിലുള്ള ജനങ്ങൾ ദൂതന്മാരെ ആക്രമിക്കാൻ അടുത്തു വന്നു. എന്നാൽ അത് കണ്ടുകൊണ്ട് ദൂതന്മാർ അകത്ത് കയറും. ലോത്തിന്റെ മക്കളെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ആ ജനം വിട്ടുകൊടുത്തില്ല ദൂതന്മാരെ. ആ ജനം പറഞ്ഞു, ഈ ദൂതന്മാരെ, ഇവർ 2 പുരുഷന്മാർ വന്നല്ലോ, അവരെ ഇറക്കി വിട്, ഞങ്ങൾ ഭോഗിക്കട്ടെ. അത്ര മോശം പിടിച്ച സ്ഥലമായിരുന്നു എവിടെ? സോദോം ഗൊമോറ പട്ടണം. അവിടെ സ്വർഗത്തിലെ തീ ഇറങ്ങി. അപ്പോ ദൈവം വിളിച്ചു പറയുകയാണ്, വായിച്ചേ 12 മുതൽ വായിച്ചേ. ആ പുരുഷന്മാർ ലോത്തിനോട്, ഇവിടെ നിനക്ക് മറ്റു വല്ലവരുമുണ്ടോ? മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ? ഇങ്ങനെ പട്ടണം നിനക്കുള്ളവരൊക്കെ ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിക്കൊള്ളുക. ഇവരെ കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുമ്പാകെ വലുതായി തീർന്നിരിക്കെ കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്ത് നശിപ്പിക്കും. അതിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ലോത്ത് ചെന്ന് തന്റെ പുത്രിമാർ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. എന്താ പറഞ്ഞേ? മക്കളെ, സോദോം ഗൊമോറ പട്ടണം തകരാൻ പോകുന്നു. നീ യേശുവിലായിക്കോ. യേശു മാത്രം രക്ഷകൻ. യേശുവിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അല്ലെങ്കിൽ നമ്മളും തീക്കിരയാകും. രക്ഷപ്പെട്ടോ? ഇന്ന് രാത്രി ഈ ദേശത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, മറ്റൊരുവനും രക്ഷയില്ല. യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. ഏക രക്ഷകൻ യേശു, ഏക രക്ഷകൻ യേശു, ഏക രക്ഷകൻ യേശു, ഏക രക്ഷകൻ യേശു. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 19:19 വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, യേശുവിന്റെ വചനം കേട്ടപ്പോൾ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന അനേകർ ക്ഷുദ്രം ചെയ്യുന്ന പുസ്തകങ്ങളെ കൊണ്ടുവന്ന് വലിച്ചു കീറിച്ചുട്ടിട്ട് യേശുവിനെ എനിക്ക് വേണം, യേശുവിനെ എനിക്ക് വേണം, യേശുവിനെ എനിക്ക് വേണം. ഹല്ലേലൂയ. പള്ളി പ്രമാണിയെ ക്രിസ്മോസും കുടുംബവും സത്യസുവിശേഷം കേട്ടപ്പോൾ ചവിട്ടി പുറത്താക്കിയെന്നല്ല വേദപുസ്തകത്തിൽ, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ പറയുന്നത്. അവർ പറയുന്നു, അയ്യോ, ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ഓ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പള്ളിപ്രമാണിയും കുടുംബവും രക്ഷ പ്രാപിച്ചു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, 1000 10,000 ദൈവവചനം കേട്ടു, തള്ളിക്കളഞ്ഞ് മാറിപ്പോയി. എന്നാൽ ഒരു കൂട്ടം പേർ മറ്റൊന്നും നോക്കാതെ യേശുവിന്റെ മുൻപിൽ മുട്ടുമടക്കി അവർ നിത്യതയ്ക്ക് ഓഹരിക്കാരായി മാറി. ഈ ദേശത്തോട് ദൈവം വിളിച്ചു പറയുന്നു, അടുത്ത പ്രഭാതം എനിക്കും നിങ്ങൾക്കും കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി യേശുവിനെ സ്വീകരിക്കാൻ എത്ര പേർക്ക് ഒരുക്കമുണ്ട്? ഹല്ലേലൂയ.
സ്വത്രം. ലോത്തിന്റെ കാലം വന്നപ്പോൾ ലോത്തിന്റെ പട്ടണം, സോദോം ഗൊമോറ പട്ടണം പാപം കൊണ്ട് നിറഞ്ഞു. ദൈവം അവിടെ ഇറങ്ങി. അടുത്ത വരി വായിച്ചേ. നിങ്ങൾ എഴുന്നേറ്റ് മക്കളോട് മരുമക്കളോട് എല്ലാം പോയി പറഞ്ഞു, നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവിൻ, ഈ സ്ഥലം വിട്ട് പുറപ്പെടുവിൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. യഹോവ ഈ പട്ടണത്തെ നശിപ്പിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. അടുത്ത് എന്നാൽ അവൻ കളി പറയുന്നു എന്ന്. കണ്ടോ കണ്ടോ, ഈ വചനം കേൾക്കുമ്പോൾ പലർക്കും ഒന്ന് തോന്നും, ഈ സിസ്റ്ററിന് സ്വത്രം വേറെ തൊഴിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കളിക്ക് പറയും, വേറെ ജോലിയില്ല, ഇതൊക്കെ അവരുടെ ആള് കൂട്ടാനും വേണ്ടിയുള്ള പരിപാടിയെ, ഇത് അവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയെ. ഇല്ല സഹോദരങ്ങളെ, ഹല്ലേലൂയ. ഒരു കൂട്ടം പേര് പറയും, എന്തിനാ ഇങ്ങനെയാണ് വിളിക്കുന്നത്? ഇതൊക്കെ ഒരു കൂട്ടം വരെ ചേർത്ത് ഇല്ല ഇല്ല, ഈ അകത്യത്തിൽ നീ നശിക്കാതിരിക്കണമെങ്കിൽ യേശുവിന്റെ രക്തത്താൽ കൈകൾ പ്രാപിച്ച് വചനപ്രകാരമുള്ള ജീവിതത്തിലേക്ക് സ്നേഹിത താങ്കളെ യേശു ക്ഷണിക്കുന്നു. സഹോദരി, താങ്കളെ യേശു ക്ഷണിക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും കളിയാക്കുന്നു. കളിയാക്കുക പറയുന്നേ, വേറെ ജോലി ഇല്ലാത്തോണ്ടാ ഈ സൗണ്ട് സിസ്റ്റം എല്ലാം കൊണ്ടു തന്നത് ഇങ്ങനെ പ്രസംഗിക്കുന്നത് ചിന്തിക്കുമ്പോൾ, ഇല്ല സഹോദര, എന്നെ രക്ഷിച്ച ദൈവം നിങ്ങളെ രക്ഷിക്കും. എന്നെ രക്ഷിച്ച ദൈവം, ഈ കടന്നു വന്ന ഞങ്ങളെ രക്ഷിച്ച ദൈവം നിങ്ങളെ രക്ഷിക്കാൻ മതിയായവനാണ്. ഭാവികളിൽ ഒന്നാമതായ എന്നെ രക്ഷിച്ച യേശു ഈ പാങ്കോട്ട് പോണത്തെ രക്ഷിക്കുവാൻ ഈ യേശു മതിയായവനാണ്. ഏത് ലോക തോൽവിയെയും രക്ഷിക്കാൻ ഈ യേശു മതിയായവനാണ്, വിശ്വസ്തനാണ്. ഇന്ന് രാത്രി ഹൃദയത്തെ കൊടുക്കാൻ, ജീവിതത്തെ കൊടുക്കാൻ, എന്റെ അപ്പന്റെ മുന്നിൽ വചനത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ എത്രവർക്ക് ആഗ്രഹമുണ്ട്? ഈ ലോത്ത് പറഞ്ഞ് സോദോം ഗൊമോറ പട്ടണം തകരാൻ പോകുന്നു. കൊച്ചുമക്കളും മക്കളും മരുമക്കളൊക്കെ പറയുന്നു, ആ അപ്പച്ചന് ബോധമില്ല, എന്തോ സംഭവിച്ചു, ഊളംപാറ കൊണ്ടുപോയാ ഇപ്പൊ രക്ഷപ്പെടുന്നതായിരിക്കും. ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി, ചിലപ്പം പുള്ളി രക്ഷപ്പെടും. ഇനി കൂടുതലായി പോയി പറ്റത്തില്ലെന്നായിരിക്കും കുഞ്ഞുങ്ങള്. ഇല്ല ഇല്ല ഇല്ല, അയാൾ പറഞ്ഞിട്ട് കേട്ടില്ല. അടുത്തവര് വായിച്ചേ. എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവന്റെ മരുമക്കൾക്ക് തോന്നി. മരുമക്കൾക്ക് തോന്നി എന്തോന്ന് കളി പറയുന്നു. അടുത്ത വരി. ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാൻ, ഈ പട്ടണത്തിന്റെ അകൃത്യ നിമിത്തം നീയും ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരി, മാതാവേ പിതാവേ, ഈ പാപത്തിൽ നിറഞ്ഞ് ഈ അകൃത്യത്തിൽ നശിച്ച് നിത്യ നരകത്തിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് യേശുപ്പന്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ട് പറ, അപ്പാ ആ രക്തം കൊണ്ട് എന്നെയും കൂടെ ഒന്ന് കഴുകി, ആ രക്തത്താൽ കഴുകി എന്നെയും കൂടെ ഒന്ന് വെടിപ്പാക്കണമേ. ഓ, നിന്റെ പാപം എത്ര കടിച്ചുവപ്പായാലും അത് ഹിമത്തെ പോലെ വെടിപ്പിക്കാമെന്ന് പറഞ്ഞ യേശു ഈ ദേശത്ത്, പാങ്കോട്ടോടൻ ദേശത്ത് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ഏത് കുറ്റവാളിയെയും ഒരു വിശുദ്ധനാക്കി മാറ്റാൻ കഴിവുള്ള യേശുവിന്റെ അടുക്കൽ ആര് വന്നാലും ഈ ലോകത്തിലെ സോപ്പുകൾക്ക് പുറത്തുള്ള അഴുക്ക് കളയാൻ പറ്റും, എന്നാൽ അകത്തുള്ള അഴുക്ക് കളയാൻ ഈ ലോകത്തിലുള്ള ഒരു മരുന്നിനോ ഒരു സോപ്പിനോ കഴിയത്തില്ല. സഹോദരങ്ങളെ, ഹല്ലേലൂയ. സോപ്പ് കടകൾ നോക്കുമ്പോൾ ഒരുപാട് സോപ്പ് ഉണ്ടല്ലേ, ഹല്ലേലൂയ. സോപ്പ് ഉണ്ടായിട്ട് കാര്യമില്ല, അത് കയ്യിൽ വാങ്ങുകയും നമ്മൾ ഉപയോഗം ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അഴുക്ക് പോകുന്നത്. യേശുവിന്റെ രക്തം 2000 വർഷങ്ങൾ കൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിലും ഈ പാങ്കോട്ട് പോണം ദേശത്തും ഏത് അശുദ്ധനെയും, ഏത് പാവിയെയും, ഏത് കൊലയാളിയെയും, ഏത് കള്ളനെയും, ഏത് കപടം പറയുന്ന ആണെയും ശുദ്ധീകരിക്കുന്ന രക്തം ഈ ദേശത്ത് ഒഴുകുന്നുണ്ട്. ആ രക്തത്തിന്റെ മുൻപിൽ മുട്ടുപടക്കിയിട്ട് പറ, യേശുപ്പാ എന്നെ ഒന്ന് കഴുകണമേ, എനിക്ക് അങ്ങനെ ആവശ്യമാണ്, എന്റെ ജീവിതത്തിനകത്തൊരു മാറ്റം തരണമെന്ന് പറ. എന്നാൽ ഇന്ന് രാത്രി ആ രക്തം കൊണ്ട് നിന്നെ കഴുകി നിന്റെ അശുദ്ധിയെ പാക്കി ഹല്ലേലൂയ വിടുവിക്കാൻ മതിയായവനാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന വലിപ്പം ചെറുപ്പം പറയുന്ന ഒറ്റ എണ്ണം കാണത്തില്ല സ്നേഹിതരെ. ഇന്ന് കണ്ടുമുട്ടി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കൊള്ളണം, പാപത്തെ വിട്ടു തിരിഞ്ഞു കൊള്ളണം. ഏത് അശുദ്ധനെയും വിശുദ്ധനാക്കുന്ന ഒറ്റ രക്തമേ ഉള്ളൂ, യേശുവിന്റെ രക്തം. സോപ്പ് വാങ്ങിയ അഴുക്ക് പുറം കളയാം, അകത്തുള്ള അഴുക്ക് കളയാൻ ഈ ലോകത്ത് എവിടെ കൊണ്ടുപോയി കളയും? ഏത് ഗുളിക കഴിച്ചാൽ അഴുകത്തുള്ള അഴുക്ക് പോകും? ഓ, കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, പക, അസൂയ, ഇതൊക്കെ എങ്ങനെ പോകും? ഇല്ല, പോകത്തില്ല. ഇത് പോകണമെങ്കിൽ, ഈ പാപം പോകണമെങ്കിൽ, അനേക പാപം ജനിച്ചത് മുതൽ ഇന്ന് വരെ ചെയ്ത കുട്ടിയിലെ ആയിരങ്ങളെ കരയിച്ചില്ലേ, എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം കൂട്ടിവെച്ചു, ആരെല്ലാം കരയിപ്പിച്ചു, എത്ര കുടുംബങ്ങളെ തകർത്തു, എത്ര തലമുറകളെ തകർത്തു. ഈ പാവം എവിടെ കൊണ്ടുവയ്ക്കും? ഈ പാവം എങ്ങനെ പോകും? മരുന്നിൽ പോകുമോ? സോപ്പിൽ പോകുമോ? ഇല്ല. ഭർത്താവിന്റെ മുമ്പിൽ നല്ല ഭാര്യ, ഭാര്യയുടെ മുൻപിൽ നല്ല ഭർത്താവ്, മക്കളുടെ മുൻപിൽ നല്ല അപ്പനും അമ്മയും, രഹസ്യത്തിൽ ഏറ്റവും നീച സ്വഭാവം. നിന്റെ പാപം കഴിയാൻ ഏത് സോപ്പിന് പറ്റും? ഇന്ന് രാത്രി ഞാൻ പരിചയപ്പെടുത്തുന്ന സോപ്പുണ്ട്.
കൊണ്ട് പാപമില്ലാതെ ഇറങ്ങി വന്ന സോപ്പ് അത് എന്റെ യേശുവാണ്. ആ യേശുവിന്റെ രക്തം എന്റെ അകത്തുള്ള ഏത് കോരും പാപത്തെയും കഴുകി ഒരു പുത്തൻ പാത്രമാക്കി, ഒരു വിശുദ്ധ മകനാക്കി, ഒരു വിശുദ്ധ മകളാക്കി എന്റെ അപ്പന്റെ അടുത്ത് നിർത്താൻ കഴിവുള്ള ഒരുവൻ ഈ ദേശത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി തിരുവചനം കേൾക്കുമ്പോൾ കളിവാക്കായി ആരും ചിന്തിക്കല്ലേ. ഇത് കളിവാക്കല്ല. ലോത്തിന്റെ കൊച്ചുമക്കൾ, ലോത്തിന്റെ മരുമക്കൾ പറഞ്ഞതുപോലെ ഇത് കളിവാക്കല്ല. നോഹയുടെ കാലത്ത് പെട്ടകത്തിൽ കയറാൻ പറഞ്ഞപ്പോൾ അവർക്കത് മോശമായിട്ട് തോന്നി. ലോത്തിന്റെ കാലത്ത് ഈ സ്വതം പട്ടണം തകരാൻ പോകുന്നു, നീ മാറെന്ന് പറഞ്ഞു. എത്രയോ കാലം കൊണ്ട് തിരുവചനം അനേകർ കേട്ടിട്ടും ഇത് ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രം, വേറെ ജോലിയില്ലാത്തതുകൊണ്ട് കൊണ്ട് നടക്കുകയാണെന്ന് ഒരു കൂട്ടർ പാടി പരിഹസിച്ച് കളിയാക്കുമ്പോൾ ഞാൻ പറയട്ടെ സ്നേഹിത, ഹല്ലേലൂയ, ആരൊക്കെ കളിയാക്കിയാലും ആരൊക്കെ കളിയാക്കിയില്ലെങ്കിലും ഞാൻ പറയാം, ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഈ വിളിച്ചു പറയുന്ന തിരുവചനങ്ങൾക്ക് ഒരു വള്ളിക്കോ ഒരു പുള്ളിക്കോ വ്യത്യാസമില്ല, മാറുകയുമില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവിടെ പറഞ്ഞു കൊച്ചുമക്കൾക്ക് കളിവാക്കായിട്ട് തോന്നി. അടുത്ത വചനം വായിച്ചേ. ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ, ഈ പട്ടണത്തിന്റെ അകൃത്യ നിമിത്തം നശിക്കാതിരിപ്പാൻ, നീ ചെയ്തു കൂട്ടിയ പാപം നിമിത്തം നശിക്കാതിരിക്കണമെങ്കിൽ, നിന്റെ തലമുറകൾ ശാപത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ, ശാപത്തിൽ നിന്ന് പോട്ടണമെങ്കിൽ, പാപത്തിൽ നിന്ന് പോട്ടണമെങ്കിൽ, കുടുംബത്തിനകത്ത് വിടുതൽ വരണമെങ്കിൽ യേശുവിനെ കർത്താവായി സ്വീകരിക്കുക. ജീസസ്, ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. ഈ അകൃത്യത്തിൽ നീയും നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയായി നീ എഴുന്നേൽക്ക്. ആ പാപം വിട്ട് എഴുന്നേൽക്ക്. ആ പഴയ സ്വഭാവങ്ങളെ വിട്ട് എഴുന്നേൽക്ക്. പാരമ്പര്യത്തിന്റെ തായ് വേരുകളെ അറുത്തിട്ട് എഴുന്നേൽക്ക്. നിക്കോദോമസ് യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കും, കർത്താവേ, അങ്ങ് പുതുതായി ജനിക്കണമെന്ന് പറയാം, ഞാൻ ഇനി അമ്മയുടെ ഉദരത്തിൽ ഒന്നാമത് കിടക്കാൻ പറ്റുമോ? യേശു ക്രിസ്തു പറഞ്ഞു, ആമേൻ ആമേൻ. നിക്കോദോമസേ, നീ ഉപദേഷ്ടാവായിരിക്കും, പക്ഷെ നീ വീണ്ടും ജന്മം പ്രാപിച്ചവനല്ല. അതുകൊണ്ട് നീ പുതുതായി ജനിക്കണം. ഇന്ന് രാത്രി ഈ ദേശത്തോട് വിളിച്ചു പറയുകയാണ്, സകല ചങ്ങലകളെ പൊട്ടിച്ച് സത്യവചനത്തിന്റെ മുന്നിൽ മുട്ടുമടക്കിയിട്ട് പറ, യേശുവേ എൻ്റെ അപ്പാ, എന്നെയും കൂടെ രക്ഷിക്കണമേ. അടുത്ത വാക്യം വായിച്ചേ. ഇവിടെ കാണുന്ന എന്റെ 2 പുത്രിമാരെ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച്, കരുണയുള്ള ദൈവം പണ്ടേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ, പണ്ട് മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമതിൽ. എത്രയോ തവണ നീ സുവിശേഷം കേട്ട ആളാ, പക്ഷെ പലതവണ നീ മാറ്റി വിട്ടു. എന്തെല്ലാം അപകടങ്ങൾ, എന്തെല്ലാം ആപത്തുകൾ, എന്തെല്ലാം അനർത്ഥങ്ങൾ നിനക്കെതിരെ പതിയിരുന്നപ്പോൾ ദൈവം നമുക്ക് ഒരു ദിവസം കൂടെ മാറ്റിയിട്ട് എന്തിനെന്നറിയാമോ? വേറെ ഒന്നിനുമല്ല, പിന്നെ എന്തിനാ? കർത്താവായ യേശുവിനെ കണ്ടുമുട്ടി ആ ജീവന്റെ പുസ്തകത്തിൽ പേര് ചേർക്കപ്പെടാൻ. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. നമുക്കറിയത്തില്ല എപ്പോ മൃത്യു വരുമെന്നും അറിയത്തില്ല, എപ്പോ കർത്താവ് വരുമെന്നും അറിയത്തില്ല. ഈ കൂട്ടിവെച്ച് ചെയ്ത ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ ചെയ്ത് മനുഷ്യന്റെ മുൻപിൽ മുഖം പട്ടയിട്ട്, എങ്ങനെ വീട്ടുകാരുടെ മുമ്പിൽ നല്ല വെള്ള ചമഞ്ഞ്, നാട്ടുകാരുടെ മുമ്പിൽ നല്ല വെള്ള ചമഞ്ഞ്, സഭയ്ക്കകത്ത് നല്ല വെള്ള ചമഞ്ഞ് എത്ര കാലം മുന്നോട്ട് പോകും? രഹസ്യങ്ങളും സങ്കീർത്തനം 139:1 മുതൽ നീ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നതും നിന്റെ കിടപ്പും നടപ്പും നീ പോകുന്നതും വരുന്നതും നിന്റെ നിരൂപണവും ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ നീ എങ്ങനെ ഒളിച്ചിരിക്കൂ? ഹല്ലേലൂയ. ഇന്ന് ഈ കിട്ടുന്ന അവസരം നീ പാഴാക്കാതെ കർത്താവിന്റെ അടുക്കൽ ഓടി വന്ന് വീട്. അടുത്ത വചനം വായിച്ചേ. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം ലോകത്തിന്റെ കുഞ്ഞുങ്ങളെല്ലാം കാണാൻ പോകുന്നില്ല, ഇവർ പോകുന്നില്ല. ദൂതന്മാർ പറഞ്ഞ് ഇപ്പൊ തീവിടാൻ പോകുന്നു, നീ രക്ഷപ്പെട്ടു. പോകുന്നില്ല, അവർ പോകാത്തത് കൊണ്ട് അടുത്ത് അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി. എന്നിട്ട് പറഞ്ഞ് തൂക്കിയെടുത്ത് പുറത്തു കൊണ്ട് ദൂതന്മാര്. ഇന്ന് രാത്രി ഈ ദേശത്ത് യേശു വന്നിട്ടുണ്ട്. സഹോദര സഹോദരി, ഈ ദേശത്തോട് ഈ സത്യസുവിശേഷം വിളിച്ച് പറയുക. നീയും പാപം ചെയ്ത് ദണ്ഡനത്തിനകത്ത് പോകാണ്ടിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി യേശുവിനെ
ഒന്ന് രക്ഷകനായി സ്വീകരിക്കും. ഒരു പൈസയും കൊടുക്കണ്ട, ഒന്നും വേണ്ട, ആരും അറിയത്തില്ല. നിന്റെ പാപം എത്രയായാലും അത് ഇന്ന് കഴുകപ്പെടും, ഇന്ന് കഴുകപ്പെടും. അത് മായ്ച്ചു കളയും. ബോർഡിലുള്ള ചോക്കുപൊടി ഡസ്റ്റർ കൊണ്ട് എങ്ങനെ മായ്ക്കുമോ അതിനേക്കാളും അപ്പുറമായി പാപം മായ്ച്ചു കളയുന്ന ഒരുവൻ വന്നിട്ടുണ്ട്. യേശുവിന്റെ രക്തത്തിൽ കഴുകാൻ അധികാരമുള്ളവൻ. ആ യേശുവിനോട് പറഞ്ഞാൽ ഇന്ന് പാപം ക്ഷമിക്കും. കണ്ടോ, പുറത്തു കൊണ്ട് വന്ന ശേഷം ഒന്നാമത് പറഞ്ഞ് ജീവരക്ഷയ്ക്കായി. ഇന്ന് രാത്രി ഇവിടുത്തെ ജീവിതം കഴിഞ്ഞ് മറ്റൊരു ജീവിതമുണ്ട്. ഇവിടെ കണ്ണടച്ചോടെ തീർന്നില്ല. ചിലർ പറയും ഇവിടെ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി. അത് കഴിഞ്ഞുള്ള ജീവിതം ഒന്നും ചിന്തിക്കുന്നില്ല, എല്ലാം തീർന്നെന്നാണ് വിചാരിക്കുന്നത്. ചിലർ പറയുന്ന കേട്ടിട്ടില്ലേ, പാവം 98 വയസ്സായി, ഇന്നും കാപ്പി കുടിച്ചുകൊണ്ടിരുന്നു. ഇരുന്ന ഇരിപ്പില് ആളുകൾ നല്ല മരണം. ശരിയാ, പറഞ്ഞു ശരിയാ, നമ്മളെ നോട്ടത്തിലത്. പക്ഷെ ആളിൻ്റെ അകത്ത് ആരില്ല. മരണമൊക്കെ നല്ലതാ, ആളില്ല, ആരില്ല, യേശുവില്ല. നേരെ ചെന്ന് പോയതെവിടെയാ? ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത നിത്യ നരകത്തിനകത്ത്. നല്ലതെല്ലാം കിട്ടി, പ്രാർത്ഥന, ആരാധന എല്ലാം കിട്ടി. പക്ഷെ അവരുടെ അകത്ത് ആരില്ലായിരുന്നു. പള്ളിയിൽ വർഷകാലം പോയി കാണും. ആ ചുങ്കക്കാരനും സ്വത്രം ആ പരീക്ഷനും കൂടെ പ്രാർത്ഥിക്കാൻ പോയതുപോലെ പോയി കാണും. വർഷങ്ങൾ പോയി കാണും, കൊടുത്തും കാണും, ചെയ്തും കാണും, പ്രാർത്ഥിച്ചും കാണും. പക്ഷേ 98 വയസ്സായി, ഒരു ദിവസം പോലും കിടക്കയിലായില്ല. ആരും ബുദ്ധിമുട്ടിച്ചില്ല, പറയാറില്ല എല്ലാവരും, ആരെയും സങ്കടപ്പെടുത്തിയില്ല. അമ്മച്ചി പോയി, ആരെ ഒരു സമയം പോലും സങ്കടപ്പെടുത്തിയില്ല. നല്ലതാ, ശരിയാ, ആരോഗ്യത്തോടെ ജീവിച്ചു, ഓടി നടന്നു, അന്നും കൂടെ രാവിലെ കഞ്ഞി വെച്ചു. നല്ലതല്ലേ പറഞ്ഞേ? നമുക്ക് നല്ലതാ. പക്ഷെ യേശുവിലേക്ക് ഇവിടുത്തെ നല്ലതൊന്നും ദൈവത്തിൻ്റെ മേൽ എത്തിക്കത്തില്ല. നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് അതാണ്. യെശയ്യാ പറയുന്നത്, നിന്റെ നീതി പ്രവർത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെ. നീ എന്തോ നീതിയാണെന്നോ അത് ചെയ്തു, എല്ലാം കറ പുരണ്ട തുണി പോലെ. അടുത്ത വാക്യം വായിച്ചേ. ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്. കണ്ടോ, ദൂതൻ പറഞ്ഞു ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കല്ലേ. നീ നിന്ന സ്ഥലത്തുള്ള കൂട്ടുകാരന്മാർ പറയും, നീ ആ കയ്യടി പാട്ടിൽ കൂടിയ, നീ രക്ഷിക്കപ്പെട്ട. നാണക്കേടായി, മോശമായില്ലേ സഹോദരനെ? രക്ഷപ്പെട്ടു. നീ യേശുവിലാകുന്ന രക്ഷ. അവർക്കാർക്ക് രക്ഷിക്കാൻ പറ്റുന്ന ദിവസം നീ സന്തോഷത്തോടെ തുള്ളിച്ചാടി യേശുവിന്റെ മുമ്പിൽ പോകും. അപ്പൻ്റെ അടുക്കൽ ചെന്നിരിക്കും. ഇന്നിവിടെ കളിയാക്കുന്നവരാരും കാണത്തില്ല. രക്ഷിക്കാൻ സ്തോത്രം. പുറകോട്ട് പലരും പറയും, അയ്യേ നീയും അവരെ കൂടെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ടു. നീ കഴിഞ്ഞ ആളുവരെ കൈയൊന്നും അടിക്കത്തില്ല, പാടത്തില്ല, പാടുമ്പോൾ നമ്മളിങ്ങനെയും. ഇപ്പൊ നീ പാടാൻ തുടങ്ങിയോ? ഇപ്പൊ നീ രക്ഷിക്കൊക്കെ പെട്ടോ? നിന്റെ പേരൊക്കെ നാണക്കേടില്ലേ? സ്തോത്രം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്ന ഓരോരുത്തർക്കും അത് പോഷത്വമായിട്ടും അത് തെറ്റായിട്ടും അത് പറ്റിപ്പറ്റൊന്നും. എന്നാൽ ക്രൂശിന്റെ വചനം വിശ്വസിച്ച് മുട്ടുമടക്കുന്നവന് ദൈവത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. അത് തകരത്തില്ല. അത് ഇവിടുത്തെ ജീവിതത്തിനകത്തും ദൈവം അവരെ നടത്തുക തന്നെ ചെയ്യും. എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും, മനസ്സിലാകുന്നുണ്ടോ? എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും അവരെ കൂടെ ദൈവം കാണും, കൂടെ നടക്കും. ഇവിടെ കണ്ണടച്ചാൽ സ്വർഗത്തിൽ കാണും, തുറക്കും. പേടിക്കാനും ഇല്ല. എന്തിനാണ് ഇവിടെ ഭയപ്പെട്ട് കിടക്കുന്നത്? പുറകോട്ട് തിരിയരുത്. വിട്ടുവന്ന പാവം ഛർദ്ദിച്ചതിനെ നക്കിയെടുക്കാൻ പോകരുത്. പുറകോട്ട് തിരിയരുത്. അടുത്തവർ ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും അരുത്, നാശം ഭവിക്കാതിരിക്കട്ടെ. കേട്ടോ, ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ സത്യം തിരിച്ചറിഞ്ഞാൽ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ ആടിപ്പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും
സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. എന്റെ ദൈവത്തെ ഇനി സത്യം തിരിച്ചറിഞ്ഞാൽ സത്യത്തിനും ആത്മാവിനും ആരാധിച്ചോളണം. മനുഷ്യനെ നോക്കല്ല, അവർക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല. മനുഷ്യൻ വെറും നിഴലായി നടക്കുന്നു. നിശ്ചയം രാവിലെ വിടരുന്ന പൂ പോലെ വൈകുന്നേരം ആകുമ്പോൾ താഴെ വീഴുന്നു. അത്രേ ഉള്ളൂ മനുഷ്യന്റെ വില. അവരുടെ വാക്കിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. സത്യവചനത്തിന്റെ മുൻപിൽ വേണം വീടാൻ. വേറെ ഒന്നുമല്ല സത്യം, തിരുവചനമാണ് സത്യം. അടുത്ത വാക്യം വായിച്ചേ. നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ, നാശം ഭവിക്കണ്ടെങ്കിൽ പർവ്വതത്തിലേക്ക് ഓടിപ്പോകാ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി എനിക്കും പറയാനുള്ളത് പർവ്വതത്തിലേക്ക് ഓടിപ്പോകാം. യേശു മാത്രം കർത്താവ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തിൽ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ വരുന്നു. അന്ന് ആ സോദോം ഗൊമോറ പട്ടണത്തിൽ രക്ഷപ്പെട്ടാരെന്നറിയാമോ? ആ കുടുംബം മാത്രം. അങ്ങനെ ഇവരെ തള്ളി പുറത്തോട്ട് കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് സഹോദരിക്കൊരു ദുഃഖം. ആർക്ക്? സഹോദരിക്ക്. അവർ പറഞ്ഞെന്താ? പുറകോട്ട് പാഞ്ഞു പോവുക. ലോകത്തെങ്ങനെ പോവേ? പാഞ്ഞ് പോവുക. ലോകത്തിന്റെ മക്കളും മരുമക്കളും പാഞ്ഞു പോവുകയാണ്. പക്ഷെ അമ്മ ഇങ്ങോട്ട് രക്ഷയില്ല. അയ്യോ എൻ്റെ വീട്, അയ്യോ എൻ്റെ പേര്, എൻ്റെ പൊന്നെ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ ബന്ധുക്കൾ. ദൈവമേ, ഇവരെ കിട്ടിട്ട് ഞാൻ പോകും. എങ്ങനെ പോകും? നാണക്കേടല്ലേ? എൻ്റെ കൂട്ടുകാർ, എൻ്റെ ബന്ധുക്കൾ, അവരെന്ത് പറയും? സഹോദരി എങ്ങനെ അങ്ങ് തിരിഞ്ഞ് ഇന്നും അവിടെ ചാവുകടൽ. ഇന്നും വേദപുസ്തക സത്യസഹോദരങ്ങളെ, ഇന്നും ഉപ്പ് തൂണായി ലോത്തിന്റെ ഭാര്യ ഇന്നും അവിടെ ഉണ്ട്. തെളിവുണ്ട് അവിടെ. ഈ തിരുവചനത്തിൽ തെളിവുണ്ട് അവിടെ. ഇന്നും തിരിഞ്ഞു നോക്കിയവൾ ഉപ്പ് തൂണായിട്ട് നിൽക്കുന്നു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, അവിടെ രക്ഷപ്പെട്ടത് പോയത് എത്ര വരെ? ഭാര്യ വരെ ഉപ്പ് തൂണായി. ബാക്കി പേര് മാത്രമാണ്. ഇന്ന് ഈ ദേശത്തോട് ഞാൻ ചോദിക്കട്ടെ, എത്രയോ കാലമായി നീ തിരുവചനം കേൾക്കുന്നു. യേശുവിനെ കണ്ടുമുട്ടിയോ? കണ്ടുമുട്ടിയില്ല എങ്കിൽ ഇന്ന് രാത്രി ആ യേശുവിനെ കർത്താവ് രക്ഷകരമായി സ്വീകരിക്കണം. ഇന്ന് രാത്രി യേശു വന്നാൽ താങ്കൾ കയറിപ്പോകുന്നു. നേരത്തെ വായിച്ച വാക്യത്തിന്റെ അടുത്ത വാക്യം വായിച്ചേ. ലോകത്തിന്റെ കാലം പോലെ അടുത്ത വഴി. അവിടെ നിന്ന് ഇവിടെ വന്ന് പെട്ടെന്ന് നിർത്തും. ഞാൻ വായിച്ചുതരാം. ജനപ്രണത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടതിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും തിന്നുന്നു. ശ്രദ്ധിച്ചേ, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? ശ്രദ്ധിച്ചേ, ഒന്ന് ശ്രദ്ധിച്ച് ആഴമായിട്ട് ഇറങ്ങട്ടെ. ശ്രദ്ധിച്ചേ, നമ്മള് കുഞ്ഞായിരിക്കുമ്പോൾ, ഒരു കുഞ്ഞ് കിട്ടുമ്പോൾ ആ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും കുഞ്ഞിനോടുള്ള ആഗ്രഹം എന്തായിരിക്കും? ഒന്ന് LKG വിടണം, UKG വിടണം, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വിടണം, ഇങ്ങനെ അങ്ങോട്ട് പഠിപ്പിക്കണം. അതല്ലേ കുഞ്ഞിനെ കുറിച്ച് ആഗ്രഹം? അടുത്ത് കുഞ്ഞ് വലുതാകുമ്പോൾ അടുത്ത ഉപരിപഠനങ്ങളിലേക്ക് വിടണം, ജോലി വാങ്ങണം. അതല്ലേ ആഗ്രഹം? ഒരു മോളാണെങ്കിൽ അടുത്ത ആ മോളെ കുറിച്ച് അപ്പൻ്റെ അമ്മയുടെ ആഗ്രഹം എന്താ? ജോലി കിട്ടണം. അതിനുവേണ്ടി ജോലി ആയി. അടുത്ത ആ കുഞ്ഞിനെ കുറിച്ച് അപ്പൻ്റെ അമ്മ നല്ലൊരു ഭാവി ജീവിതം. ആണോ? അല്ലേ? ഞാൻ വെറുതെ പറയുകയാണോ? ഭാവി ജീവിതം കിട്ടണം. അടുത്ത് കഴിയുമ്പോൾ ഭാവി ജീവിതം കഴിയുമ്പോൾ പറയും നല്ല കുഞ്ഞുങ്ങളെ കിട്ടണം. അപ്പൊ കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ അപ്പച്ചൻ അമ്മച്ചി പറയും, എൻ്റെ ചെറുമക്കൾക്ക് നല്ല ആലോചന വന്നെങ്കിൽ. ആദ്യം ആർക്ക് ആലോചന നോക്കി? അവർക്ക് ആലോചന നോക്കി. അത് കഴിഞ്ഞ് അവരുടെ മക്കൾക്ക് ആലോചന നോക്കി. ഇപ്പൊ ആർക്ക് ആലോചന നോക്കി? കൊച്ചുമക്കൾക്ക് വിറ്റും നട്ടും തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം ചെയ്തും പോന്നു. എൻ്റെ അപ്പൻ വന്നു, എടുക്കപ്പെടത്തില്ല. ഇത് ചെയ്യേണ്ടതല്ല, ഇതെല്ലാം ആവശ്യമാണ്. ഇതിന്റെ കൂട്ടത്തിൽ രാജാവിനെ കൈക്കൊണ്ടോളണം. ഹല്ലേലൂയ. കർത്താവ് യേശുവിനെ സ്വീകരിച്ചോളണം. തള്ളിക്കളയല്. യേശുവിന്റെ കൂടെ ജീവിച്ചാൽ ബാക്കിയെല്ലാം ഓക്കെയാ. ഒന്നും പേടിക്ക. റൂട്ട് ക്ലിയറാ. നമ്മൾ യേശുവിലാണെങ്കിൽ റൂട്ട് ക്ലിയറാ. യേശുവിനല്ലെങ്കിൽ ഇവിടെ ഉള്ളത് വിറ്റും നട്ടും കൊടുത്തും നിൽക്കും. അടുത്ത വരി. ജനപ്രളയം വന്ന് എല്ലാവരും നീക്കിക്കളയോളം അവർ അറിഞ്ഞതുമില്ല. അടുത്ത മനുഷ്യപുത്രന്റെ വരവും യേശുവിന്റെ വരവും അങ്ങനെ തന്നെയാകും. ഇന്ന് സഹോദര സഹോദരി, യേശുവിന്റെ വരവിൽ മരിച്ച് വിശുദ്ധന്മാരെല്ലാം കയറിപ്പോകും. അതിനുശേഷം ജീവനോടെ ശേഷിക്കുന്ന നമ്മളെല്ലാവരും ഒറ്റ കറക്കത്തിൽ നമ്മുടെ ഈ ബോഡി മാറും, മറ്റൊരു ബോഡി വരും. ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റത്തില്ല. ഈ ശരീരം പോയിട്ട് ഒരു ദൂതന്റെ ശരീരം നമുക്ക് പെട്ടെന്ന് വരും. കസേരകളെല്ലാം ഒഴിഞ്ഞു കിടക്കും. വിശുദ്ധന്മാരെല്ലാം എവിടെ പോകും? ട്രെയിനകത്തിരിക്കുന്ന വിശുദ്ധന്മാർ, ഫ്ലൈറ്റിൽ ഇരിക്കുന്ന വിശുദ്ധന്മാർ എല്ലാം കയറിപ്പോകും. മുഴു ലോകത്തിൽ രക്തച്ചൊരിച്ചിലുണ്ടാകും. ജനം മുഴുവൻ കൂട്ടവിളി വിളിക്കും. എൻ്റെ അപ്പനെ കാണുന്നില്ല, എൻ്റെ മകനെ കാണാനില്ല, എൻ്റെ മകളെ കാണാനില്ല, എൻ്റെ അമ്മയെ കാണാനില്ല. രണ്ടുപേർ ഒരുമിച്ച് കിടക്കും. താഴോട്ട് ടക്കന വായിച്ചേ.
അന്ന് രണ്ടുപേർ വയലിലിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, ഒരാളിനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ ഒരു തിരുക്കല്ല് പിടിച്ചോണ്ട് കൈക്കൊള്ളും. കണ്ട പാവിയെ തള്ളിക്കളയും, കർത്താവിനെ സ്വീകരിച്ച് കർത്താവിൽ ജീവിച്ച പൈതൽ കയറി പോകും. അടുത്ത് മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന്, ഏത് ദിവസം വരുന്നു എന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പീൻ. ഇന്ന് രാത്രി ഉണർന്നിരി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശു ഇപ്പൊ വന്നാൽ ഇതിനകത്തിരിക്കുന്ന എത്ര പേർ യേശുവിനോട് കൂടെ കയറി പോകും? യേശുവിനോട് കയറി പോകുമോ സഹോദരങ്ങളെ? ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ യേശു വന്നാൽ രാവിലെ ഉണരുമ്പോൾ എതിർ ക്രിസ്തുവിന്റെ കൈക്കകത്തായിരിക്കുമോ അതോ കർത്താവിന്റെ രാജ്യത്തിൽ കാണുമോ? ആയിരങ്ങൾ പതിനായിരങ്ങൾ ലോകത്തിലുള്ള സകലതും, ലോകം എനിക്കു വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട, പോകണമേശുവിൻ പാതേ നോക്കി. ലോകം എനിക്കു വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട, പോകണമേശുവിൻ പാതേ നോക്കി. എകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. ഇന്ന് രാത്രി അനേകായിരങ്ങൾ പാപത്തിൽ കിടക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ രക്ഷിക്കപ്പെട്ട് യേശുവിനെ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നു. യേശുവിനെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സ്നാനപ്പെട്ട് യേശുവിനോട് ചേർന്നുകൊണ്ടിരിക്കുന്നു. അഭിഷേകം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. സത്യത്തിന് ആത്മാവിനും ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജീവൻ പ്രാപിച്ച് ദേശങ്ങളിൽ ഇറങ്ങിച്ചെന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ സഹോദര സഹോദരി, പാങ്കോട്ടുവണം ദേശമേ, ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ യേശു മധ്യാകാശം വന്നാൽ താങ്കൾ കയറി പോകുമോ? യേശുവിന്റെ വരവിൽ വിശുദ്ധന്മാരെല്ലാം കയറി സ്വർഗത്തിൽ പോകുമ്പോൾ ഇവിടെ ഒരു എതിർ ക്രിസ്തു ഇരിക്കും. 7 വർഷം എതിർ ക്രിസ്തുവിന്റെ കരങ്ങളിലാണ്. വാങ്ങുവാനും വിൽക്കുവാനും കഴിയാത്ത കാലഘട്ടം, 666 മുദ്ര വയ്ക്കുന്ന കാലഘട്ടം. സ്വത്രം ഗവൺമെന്റ് നമ്മുടെ വീടുകളും വസ്തുക്കളും കണ്ടുകെട്ടുന്ന കാലഘട്ടം, നമ്മൾ പഠിച്ച സർട്ടിഫിക്കറ്റ് ഉപയോഗത്തിലില്ലാത്ത കാലഘട്ടം, എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടം. അന്ന് നമ്മുടെ വീട് വിട്ട് അടിച്ചിറക്കുന്ന കാലഘട്ടം. ഓ, ഇതുവരെ ഇല്ലാത്തൊരു കഷ്ടകാലം. ഓ സ്വത്രം, വാങ്ങാനോ വിൽക്കാനോ പറ്റുന്ന കാലഘട്ടം, ഒരു വേട്ട പട്ടിയപ്പോൾ അടിച്ചിറക്കുന്ന കാലഘട്ടം, എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടം. അവന്റെ കയ്യിൽ വീഴല്ലേ, യേശുവിന്റെ വരവിൽ കയറി പോകണമേ. ഒറ്റ മനുഷ്യനും തള്ളപ്പെടല്ലേ, മറ്റൊരുവനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട ഏക നാമം യേശു എന്ന നാമം, നൽകപ്പെട്ട ഏക നാമം യേശു എന്ന നാമം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ആ യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കവട